السلام عليكم ورحمة الله وبركاته. وعليكم السلام. وعليكم السلام ورحمة الله وبركاته. كيف حالكم؟ طيبين ولا طيبون؟ كيف حالكم يا إخوان ولا أخوات؟ ألا تسمعون؟ الحمد لله طيب. الحمد لله طيب. ബാക്കിയുള്ളവർക്ക് അൽഹംദുലില്ലാ. ചിലർക്കൊന്നും അൽഹംദുലില്ലാ അല്ലേ? അതെ, അൽഹംദുലില്ലാ. അതെ, അൽഹംദുലില്ലാ. നഅം അൽഹംദുലില്ലാ. അതേന്ന് പറഞ്ഞ് പഠിച്ചില്ലായിരുന്നോ? അതേന്ന് പറയാൻ പഠിച്ചില്ലേ? അത് പഠിച്ചു. അതേന്ന് പറയാൻ പഠിച്ചു. പിന്നെന്തൊക്കെ പഠിച്ചു? ലാമ. എന്ത് പഠിച്ചു? എന്തെങ്കിലും പഠിച്ചത് പറയൂ. ലാമ. ലാ പഠിച്ചു അല്ലേ? ലാ അൽഹംദുലില്ലാ. ലൽ. ലാ മാന ത്വയ്യിബ് എന്ന് പഠിച്ചോ? അങ്ങനെയാണോ പറയാൻ പഠിച്ചത്? ഉറക്കെ പറയൂ. ഹെഡ്സെറ്റ് ഉപയോഗിക്കുന്നില്ലേ? ഉണ്ട്. അതുകൊണ്ട് ശബ്ദം കുറച്ച് കേൾക്കുന്നത്. ഞാൻ ഇതേപോലെ പറഞ്ഞാൽ മതിയോ? തയ്യബ്, എന്തെങ്കിലും ചോദിക്കൂ. അറബിയിൽ ചോദിക്കണം. എല്ലാവരും പോയാ? ഇവിടെ ഉണ്ട്. അവിടെ തന്നെ ഉണ്ടല്ലേ? കുറെ നാളെ അറിവ് പഠിച്ചിട്ട് ഇനി എന്ത് ചെയ്യാമോ? വല്ല പിടുത്തം കിട്ടിയാ? ഓക്കെ അല്ലാത്തവര് പറഞ്ഞപ്പോ 16 പേര് ഓക്കെ പറഞ്ഞു. ഓക്കെ അല്ലാത്തവരെ പറയാൻ പറഞ്ഞു. കുറെ ആൾക്കാര് അതിനകത്ത് കാണിച്ചു. എന്റെ അർത്ഥം എന്താ? ഓക്കെ അല്ലെന്നാ? ഇനി അതെല്ലാം അങ്ങനെയാണ്, ഓക്കെ ആണ് എന്നാണ് കാണിച്ചിരിക്കുന്നത്. ഒരാൾ ഓക്കെയും വിട്ടിട്ടുണ്ടായില്ല. അപ്പൊ ഇത്ര പേരൊക്കെ ഓക്കെ ഉള്ളോ? ബാക്കിയുള്ളവർ എന്തായി? ഞങ്ങൾ ഓക്കെയാണ്. പക്ഷെ ഓക്കെ അല്ലാത്തവര് പറയാൻ പറഞ്ഞിട്ട് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ നിങ്ങൾ പറയാത്ത കൂട്ടത്തിലാണ് അല്ലേ? ഇതിനകത്ത് ഇപ്പൊ വീണ്ടും ഒരാളൂടെ ഇട്ട് 7 പേർക്ക് ഓക്കെ അല്ലെന്നാ? ഞാനിപ്പോ കുറച്ചൊരു 5 മിനിറ്റ് വൈകിപ്പോയി. അപ്പൊ എനിക്ക് എന്തിനാണ് നോക്കിയെന്ന് അപ്പൊ മനസ്സിലാകുന്നത്. എന്താണെന്ന് അറിയില്ല. നമ്മൾ എന്തായാലും അങ്ങ് ഇട്ടേക്കുക. അതുകൊണ്ടാണ് ഞാൻ ഒന്നും വിടാത്തത്. ഒന്നും വിട്ടില്ലല്ലേ? അല്ല, ഒന്നും ഇട്ടിട്ട് ലോക്ക് ചെയ്തും അല്ലാന്ന് വെച്ചില്ല. എന്താന്ന് മനസ്സിലാവാത്തോണ്ട്. എല്ലാവർക്കും കഴിഞ്ഞ പാഠം ഓക്കെ ആയിട്ടുണ്ടെങ്കിൽ ഇന്ന് പാഠം 17 പഠിക്കാം. ഓക്കെ അല്ലാത്തവർ പറയുക. അത് കണ്ടില്ലേ നിങ്ങളാരും? അത് കണ്ടു. ഓക്കെ പറഞ്ഞതാണ്. ഞാനിപ്പോ എത്തിയുള്ളൂ ക്ലാസ്സിൽ. നിസ്കരിക്കാൻ ടൈം ഇവിടെ പിന്നെ ദുബായില 6:59 ബാങ്ക് കൊടുക്കുക. നമ്മളിപ്പോഴും കർമ്മശാസ്ത്ര മസ്തരയിൽ കുടുങ്ങി കിടക്കുക. അതാ പ്രശ്നം. ഇന്റർനാഷണൽ ക്ലാസ് ഉള്ളതിന്റെ അന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? വീട്ടുകാരെ കൂട്ടി ജമാഅത്തായിട്ട് നമസ്കരിക്കുക. അല്ലെ നിങ്ങളെ ഒരു സുഹൃത്തിനെ, ഒരു കൂട്ടുകാരൻ അല്ല, മകരിബിന്റെ പിന്നെ ചിലപ്പോ ഇത് കഴിയുമ്പോഴേക്ക് ശേഷം ബാങ്ക് കൊടുക്കൂലേ ഇതിന്റെ ഇടയില്. അതുകൊണ്ടാണ് 6:59 ബാങ്ക് കൊടുത്താല് സമയം നിസ്കാരം തെറ്റൂല. നമുക്ക് എന്തായാലും പിന്നെ ടൈം കഴിയും. ഓക്കെ ഞാനില്ല കർമ്മശാസ്ത്രം. ശരി, വേറെ
വേറെ ഒന്നുമില്ല. ഇപ്പൊ 17ലേക്ക് പോവാണ്. 17ലേക്ക് പോവാണ്. നിങ്ങൾ അസൈൻമെന്റ് 16 അസൈൻമെന്റ് ചെയ്യാത്തവര് അസൈൻമെന്റ് തരും, തന്നിട്ടില്ലെങ്കിൽ തരും, ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യുക. അതേപോലെ കഴിഞ്ഞ ഓരോ പാഠത്തിന്റെയും അസൈൻമെന്റുകൾ ചെയ്ത് പഠിക്കുക. ഓക്കെ. അപ്പോ ബാബൻ എന്താ ബഹുവചനം? അബ്വാബ്, അബുവാബുൻ, ഹിമാറുൻ ബഹുവചനം. ഉമ്മുറുൻ, ഉമ്മൂർ, ഫുന്ദുഖുൻ ബഹുവചനം. ഉന്താ, അവസാനത്തെ അക്ഷരം പറയൂ. കുനാദിഖു, ഫനാദിഖു, 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 ഫനാദിഖു. ദഫ്തറുൻ. ദഫാത്തിറു, ദഫാത്തിറു, ചിലർക്ക് ഈ അവസാനത്തെ അക്ഷരം പറയാൻ പറഞ്ഞ് ഇതുവരെ മനസ്സിലായിട്ടില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലായിട്ടില്ല, ഈ ക്ലാസ്സിൽ മനസ്സിലായിട്ടില്ല. കലമുൻ. അക്കലാമു, അഖ്ലാമുൻ, അഖ്ലാമു, ലാമുൻ, അക്ല. ബാക്കിയില്ല. ലാമുൻ, അക്ലാമുൻ. ഈ തജ്വീദിൽ കുറേ നിയമങ്ങളുണ്ട് കേട്ടോ. നമ്മളീ പറയുന്ന ഒന്നും തജ്വീദുമല്ല, അത് ഉച്ചാരണമല്ല. ഉച്ചരിക്കാൻ പറഞ്ഞ അക്കലാമുൻ. അഖ്ലാമുൻ, അവസാനത്തെ നൂന് കേൾക്കണം. അവസാനം ഒരു ന്യൂനുണ്ട്, അറിയുമോ? തൻവീൻ എന്ന് പറഞ്ഞാൽ എന്താ? അവസാനം നൂൻ ഉച്ചരിക്കുക എന്നാണ്. കലമുൻ, അക്കലാമുൻ. ഇല്ലെങ്കിൽ അവസാനത്തെ അക്ഷരം പറയാന്ന് പറഞ്ഞാൽ ദഫാതിറു. ദഫാതിറു പകുതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ നിയമമാണ്. ദഫാതിർ എന്ന് പറഞ്ഞ വേറെ നിയമം. ദഫാതിറു. ചില ആൾക്കാർ ചുണ്ട് കൂട്ടും, പക്ഷെ ലമ്മ് കേൾക്കൂല. അത് വേറെ നിയമമാണ്. ദഫാതിറു എന്ന് പറഞ്ഞ വേറെ നിയമം. 3 നിയമങ്ങളിലാണ് നിങ്ങൾ പലരും പറയുന്നത്. നമുക്കിതൊന്നും വേണ്ട, ഒറ്റ നിയമമേ ഉള്ളൂ. ലമ്മ് കൃത്യമായിട്ട് പറയുക. തൻവീൻ ഉണ്ടെങ്കിൽ തൻവീൻ കൃത്യമായിട്ട് പറയുക. അതിനാണ് അറബി പഠിക്കുന്നത്. അറബി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അന്ത്യം മാറി വരുന്നു. അന്ത്യം മാറി വരുന്നത്. അപ്പൊ അന്ത്യം മാറി വരുന്നത് പഠിക്കുക എന്ന് പറഞ്ഞാൽ അന്ത്യത്തെ അക്ഷരം കൃത്യമായി പഠിക്കുകയാണ് അറബി പഠനം. ചില ആൾക്കാർ വിചാരിക്കുക കൽബുൻ കിലാബ്, നെഹ്റുൻ നൻഹാർ ഇങ്ങനെ പറഞ്ഞു പഠിക്കാവുന്നതാണ്. അത് അറബി പഠനമല്ല. ഓക്കെ. പിന്നെ സംസാരിക്കും, അത് വേറെ കാര്യം. സംസാരിക്കാൻ പഠിക്കണം എന്നുള്ളത് വേറെ വിഷയം. അത് മലബാറുകാർ സംസാരിക്കുന്ന പോലെയല്ല തിരുവനന്തപുരത്തുകാർ സംസാരിക്കും. തിരുവനന്തപുരം എന്ന് പറയാറില്ല. തിരുവനന്തപുരത്തുകാരാണ് സംസാരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ അത് അക്ഷരം വിഴുങ്ങുന്നതും അക്ഷരം വെളിവാക്കുന്നതും ഒക്കെ എന്താണ്? സ്പോക്കൺ സംസാരവുമായി ബന്ധപ്പെട്ട പ്രാദേശിക ഭാഷ, ഇതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങൾ. പോകുന്നു എന്ന് കായിട്ട് പറയും, പോകുന്നു എന്ന് വായിട്ട് പറയും, പോവാണെന്ന് വാ നീട്ടി പറയും. അപ്പോ പോവുകയാണെന്നാണോ പറഞ്ഞത്? അല്ല, പോവാണെന്നാണോ പറഞ്ഞത്? പോവാന്ന് എന്ന് പറയും, ആകുന്നു എന്ന് പറയും, പോവാന്ന് എന്ന് പറയും. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ ഭാഷയൊക്കെ? മലയാളത്തിൽ ഈ ഭാഷയൊക്കെ കേട്ടിട്ടുണ്ടോ? പോകുക എന്ന് പറയും, ഞാൻ പോവുക, ഞാൻ പോവുക എന്ന് പറയും. അപ്പൊ കൂ ഇല്ല, ന് ഇല്ല, ആകുന്നു ഇല്ല, കുന്നു ഇല്ല. അപ്പൊ അതൊക്കെ എന്താണ്? പ്രാദേശിക ഭാഷയാണ്. എല്ലാം നമ്മൾ അംഗീകരിക്കുന്നതോടൊപ്പം നമ്മൾ അറബി പഠിക്കുമ്പോൾ അറബി കൃത്യമായി ഉച്ചരിച്ച് പഠിക്കുക. അതാണ് ഒറിജിനൽ പഠനം. ഞാൻ പകുതി പഠിപ്പിച്ചാൽ നിങ്ങൾ ചോദിക്കും, കസീമി ഭാഷയാണോ? അല്ല, മദീന ഭാഷയാണോ? മക്കയിലെ ഭാഷയാണോ? സൗദി അറേബ്യ വലിയ രാജ്യമാണ്. സൗദി അറേബ്യക്ക് അകത്ത് തന്നെ വ്യത്യസ്ത ഭാഷകൾ, വ്യത്യസ്ത സംസാര ശൈലികളുണ്ട്. നമ്മൾ കേരളത്തിൽ എന്ന് പറയുന്ന ഒരു ചെറിയ സംസ്ഥാനത്തിൽ വ്യത്യസ്ത സംസാര ഭാഷകളുള്ളതുപോലെ അറബി എന്ന് പറയുന്ന സൗദി അറേബ്യ മാത്രം എടുത്താൽ സൗദി അറേബ്യയിലെ മാത്രം വ്യത്യസ്ത പ്രാദേശിക ഭാഷകളുണ്ട്. ഇനി ഒരു സിറ്റിയിൽ തന്നെ ഉദാഹരണമായിട്ട് എടുത്താൽ തിരുവനന്തപുരം സിറ്റിക്കകത്ത്, അതായത് കോർപ്പറേഷനകത്ത് തന്നെ ചുരുങ്ങിയത് ഒരു 3 ഭാഷയും സംസാരിക്കുന്നതാണ്. 3 ഭാഷ ചുരുങ്ങിയത്. അതായത് തിരുവനന്തപുരം എയർപോർട്ട് ഏരിയയിൽ ഉള്ള ഭാഷയല്ല. തിരുവനന്തപുരം, നേമം, വെള്ളായണി ആ ഭാഗത്ത് കുറച്ച് ഉൾപ്രദേശങ്ങളുണ്ട്.
അവിടെയുള്ള ആൾക്കാർ സംസാരിക്കുന്നത്. പിന്നെ സിറ്റി താമസിക്കുന്നവർ, പുറത്തുനിന്ന് വന്ന ആൾക്കാരും അല്ലാത്തവരുമായ കുറച്ച് ആൾക്കാർ, മിക്സറായ ആൾക്കാർ കുറച്ച് ആൾക്കാരുണ്ട്, അവർ സംസാരിക്കുന്നത് വേറെ. കവടിയാറിലുള്ള ആൾക്കാർ സംസാരിക്കുന്ന പോലെ അല്ല വള്ളക്കടയിലുള്ള ആൾക്കാർ സംസാരിക്കുന്നത്. എല്ലാം കോർപ്പറേഷനകത്തുള്ളതാണ്. അപ്പൊ അതല്ല നമ്മൾ പഠിക്കുന്നത്, നമ്മൾ ഒറിജിനൽ അറബിയാണ് പഠിക്കുന്നത്. ഈ ഒറിജിനൽ അറബി പഠിച്ചാൽ എവിടെ ചെന്നാലും മനസ്സിലാകും. ശരി, 17ലേക്ക് പോവാണല്ലോ. ഞാൻ ഇൻഷാ അല്ലാഹ് 17 പുതുതായിട്ടൊന്നും പഠിക്കുന്നില്ല. 16 പഠിച്ചത് നമ്മൾ 17 ഒന്നുകൂടി പ്രാക്ടീസ് ചെയ്യുന്നെന്ന് മാത്രമേ ഉള്ളൂ. അദ്ദർസു സാബിഅ അശർ, അദ്ദർസു അസ്സാബിഅ അശർ, പാഠം 17. അബ്വാബുൽ മസ്ജിദി മഫ്തൂഹത്തുൻ. അപ്പൊ മഫ്തൂഹത്തുൻ എന്ന സ്ത്രീലിംഗ പദം ഉപയോഗിച്ച് എന്തുകൊണ്ടാണ്? അബുവാബ് അബ്വാബ് ബഹുവചനമായതുകൊണ്ട്, ബഹുവചനമായതുകൊണ്ടും അത് മനുഷ്യന്മാരല്ലാത്തത് കൊണ്ടും എന്ത് ചെയ്തു? അതിന്റെ വിശേഷണം, വിശേഷണമല്ല, അതിന്റെ സെക്കൻഡ് പാർട്ട് എന്ന് പറയും കേട്ടോ. അബ്വാബുൽ മസ്ജിദി മഫ്തൂഹത്തുൻ. അതിനെക്കുറിച്ചൊരു ഇൻഫർമേഷൻ തരികയാണ്. പക്ഷെ അപ്പോൾ എന്താണ് അതിന്റെ ജെൻഡർ കറക്റ്റ് ആയിരിക്കും. ജെൻഡർ നമ്പർ പരിഗണിക്കണം. കറക്റ്റ് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ പരിഗണിക്കണം, കൺസിഡർ ചെയ്യണം. അപ്പൊ അബ്വാബ് ബഹുവചനമായതുകൊണ്ടാണ് അതിനെ മഫ്തൂഹത്തിന് കൊണ്ട് ഇൻഫർമേറ്റ് ചെയ്തത് കേട്ടോ. അപ്പൊ അബ്വാബുൽ മസ്ജിദ് മഫ്തൂഹത്തിന് എന്താ അർത്ഥം? പള്ളിയുടെ വാതിലുകൾ തുറക്കപ്പെട്ടതാണ് എന്നാണ് മലയാള ഗ്രാമറ്റിക്കലി മലയാളം ട്രാൻസ്ലേഷൻ. പള്ളിയുടെ വാതിലുകൾ തുറന്നു കിടക്കുകയാണ് എന്ന് പറഞ്ഞാൽ മതി, തുറന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞാലും മതി. പക്ഷെ മഫ്തൂഹത്ത് എന്ന് പറഞ്ഞാൽ തുറക്കപ്പെട്ടതാണ് എന്നാണ് ഭാഷ. അസാനി ലിമൻ ഹാദിഹിൽ ബുയൂത്തുൽ ജദീദതു. നേരത്തെ പറഞ്ഞത് അബ്വാബുൽ മസ്ജിദി മഫ്തൂഹത്തുൻ. ആ സെന്റൻസ് വാക്യഘടന നമ്മൾ പറഞ്ഞ് ശീലിക്കണം. അബ്വാബുൽ മസ്ജിദ് എന്ന് പറഞ്ഞ എന്താണ്? ഫസ്റ്റ് പാർട്ടാണ് കേട്ടോ. ഇതുപോലുള്ള വാക്കുകൾ നിങ്ങൾ സ്വന്തം എഴുതി നോക്കണം. ഇതേപോലുള്ള വാക്യങ്ങൾ സ്വന്തം എഴുതി നോക്കണം. ഈ ഉദാഹരണം വെച്ചുകൊണ്ട് ചില വാക്യങ്ങൾ സ്വന്തമായിട്ട് എഴുതി നോക്കണം. എന്നിട്ട് എന്ത് ചെയ്യാം? മിസ്റ്റേക്കെല്ലാം ഉണ്ടോ? നിങ്ങളെ ഗൈഡ് ഉണ്ടല്ലോ, മെന്റർ. ഞങ്ങളെ മെന്റർ ഇപ്പൊ പുതിയ ക്ലാസ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ പുതിയ ക്ലാസ് അധ്യാപികയാണ്. നമ്മൾ അധ്യാപികയായിട്ടാണ് അപ്പോയിന്റ് ചെയ്തത്. തുടക്കത്തിൽ മെന്ററായിട്ട് വർക്ക് ചെയ്തു. നിങ്ങൾക്ക് ക്ലാസ് ഇൻട്രൊഡക്ഷൻ മറ്റു കാര്യങ്ങൾ തന്നിട്ടുണ്ട്, അസൈൻമെന്റ് നോക്കുന്നുണ്ട്. അതോടൊപ്പം പുതിയ ബാച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അസൈൻമെന്റിൽ ഇടുക, ഞാൻ സ്വന്തം ഉണ്ടാക്കിയ വാക്യമാണ്, ഇത് ശരിയോ തെറ്റോ എന്ന് ഹെഡിങ്ങോട് കൂടിയാണ് ഇടേണ്ടത്. എന്നാലും എന്തിനാണ് ഇട്ടെന്ന് അറിയാൻ പറ്റും. ഇവിടെ എന്താ പറഞ്ഞത്? അബ്വാബുൽ മസ്ജിദി മഫ്തൂഹത്തുൻ. ഒരു നോമിനൽ സെന്റൻസ് ആണ്, നാമവാക്യം. നാമവാക്യമാണ്. അള്ളാഹ് ആദ്യം പഠിപ്പിച്ചെന്നാണ് ഖുർആൻ പറയുന്നത്. അല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ, എല്ലാ നോണുകളും പഠിപ്പിച്ചെന്നാണ്. ആദ്യം നാമവാക്യങ്ങളാണ്. വാക്യം പഠിക്കാതെ ആശയവിനിമയം നടത്താൻ പറ്റില്ലല്ലോ. അപ്പോ നാമങ്ങളെല്ലാം പഠിപ്പിച്ചു. അപ്പൊ നാമവാക്യം. അപ്പൊ എന്താണ് നാമവാക്യത്തിലെ ഫസ്റ്റ് പാർട്ട് എന്താണ്? അബ്വാബുൽ മസ്ജിദി. എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്? ഇതിനെ കുറിച്ച് സംസാരിക്കുന്നത്. അതാണ് ഫസ്റ്റ് പാർട്ട്, ബിഗിനിങ് പാർട്ട്. ഇതിനെ കുറിച്ച് സംസാരിക്കുന്നത്. അബ്വാബുൽ മസ്ജിദ് എന്ന് പറഞ്ഞാൽ എന്തിനെ കുറിച്ച് സംസാരിക്കുന്നത്? മസ്ജിദിന്റെ വാതിലുകളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നമ്മൾ വാക്യം എടുത്താൽ ആദ്യം നോക്കണം, ഇത് നോമിനൽ സെന്റൻസ് ആണോ വെർബൽ സെന്റൻസ് ആണോ? നമ്മൾ പഠിച്ച അധികവും എന്താണ്? നോമിനൽ സെന്റൻസ് ആണ്, നാമവാക്യം. വെർബ് നമ്മൾ കുറേശ്ശേ പഠിച്ചിട്ടുള്ളൂ. അപ്പൊ നാമവാക്യമാണ്. നാമവാക്യമാണെങ്കിൽ രണ്ട് പാർട്ട് ഉണ്ടാവും. ഒന്നെന്താണ്? ഇൻട്രൊഡക്ടറി പാർട്ട്, രണ്ട് കൺക്ലൂഷൻ പാർട്ട്. ഇൻട്രൊഡക്ടറി പാർട്ട്, കൺക്ലൂഷൻ പാർട്ട്. അല്ലെങ്കിൽ എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് അതാണ് ഇൻട്രൊഡക്ടറി പാർട്ടിന് ബിഗിനിങ് പാർട്ട് എന്ന് വേണമെങ്കിൽ പറയാം. ബിഗിനിങ് പാർട്ട്. എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് അതാണ് ബിഗിനിങ് പാർട്ട്. അതിനെക്കുറിച്ച് ഒരു ഇൻഫർമേഷൻ തരണം. ഏത് വാക്യവും
ഒരു ഇൻഫർമേഷൻ നമുക്ക് തരണം. അപ്പോ ഒന്നാമത്തെ പാർട്ട് എന്തിനെ കുറിച്ച് സംസാരിക്കുന്നു, അതിനെക്കുറിച്ച് എന്ത് ഇൻഫർമേഷൻ തരുന്നു, ഇതാണ് സെക്കൻഡ് പാർട്ട് അല്ലെങ്കിൽ ഇൻഫർമേറ്റീവ് പാർട്ട്. ഞാൻ നിങ്ങൾ അറബി പഠിക്കുന്ന അറബി ഗ്രാമറിന്റെ സെയിം ട്രാൻസ്ലേഷൻ ഞാൻ തരുന്നു. ബിഗിനിങ് പാർട്ട് ആൻഡ് ഇൻഫർമേറ്റീവ് പാർട്ട് ഓർ കൺക്ലൂഷൻ പാർട്ട്. കൺക്ലൂഷൻ പാർട്ട് എന്ന് പറയുന്നത് ഞാൻ ഐഡിയ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞാണ്. അറബി ഗ്രാമറിൽ പറയുന്നത് ഇൻഫർമേറ്റീവ് പാർട്ടാണ്. കാരണം ഒരു വാക്യം കിട്ടിയാൽ നമുക്ക് അറിയണം അയാൾ എന്തേ കുറിച്ചാ പറഞ്ഞത് എന്ന് ചോദിക്കുമല്ലോ. ഇയാൾ എന്താ പറഞ്ഞെന്ന് ചോദിക്കും. എന്ന് പറഞ്ഞാൽ എന്തിനെ കുറിച്ചാ പറഞ്ഞത്, അയാൾ അതിനെക്കുറിച്ച് എന്ത് പറഞ്ഞു. ഈ രണ്ട് കാര്യം വേണം. എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്, അതിനെക്കുറിച്ച് എന്ത് പറഞ്ഞു. അപ്പൊ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് എന്തിനെ കുറിച്ച് സംസാരിക്കും, സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് എന്ത് പറഞ്ഞു. എന്തിനെ കുറിച്ച് സംസാരിക്കുന്നു എന്നതാണ് നാമവാക്യത്തിലെ ബിഗിനിങ് പാർട്ട്. അതിലെ കൺക്ലൂഷൻ പാർട്ട് എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് എന്ത് ഇൻഫർമേഷൻ തന്നു അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എന്ത് വിവരം തന്നു, അതാണ് എന്ത് സെക്കൻഡ് പാർട്ട്. അല്ലെങ്കിൽ ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ. അപ്പോ അബ്വാബുൽ മസ്ജിദി, അബ്വാബിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അതിനെക്കുറിച്ച് എന്ത് പറഞ്ഞു, മഫ്തൂഹത്ത്. അപ്പൊ എന്തിനെ കുറിച്ച് അതിനെക്കുറിച്ച് തരുന്ന ഇൻഫർമേഷനും അതും തമ്മിൽ എന്താ ഉണ്ടാകണം, മാച്ചിങ് ഉണ്ടാകണം. ഇതിനെക്കുറിച്ചാണ് പറയുന്നത്, അബ്വാബിനെ കുറിച്ച് പറയുന്നത്. അതിനെക്കുറിച്ച് എന്താ പറയുന്നത്, മഫ്തൂഹത്താണ്. അപ്പൊ അബ്വാബ് എന്താണ് ബഹുവചനമാണെങ്കിൽ മനുഷ്യന്മാരല്ലെങ്കിൽ അതിനെക്കുറിച്ച് സ്ത്രീലിംഗ ഏകവചനത്തിലാണ് അതിനെക്കുറിച്ച് ഇൻഫർമേഷൻ തരേണ്ടത്. അസാനി നൊക്കത്തത്ത് സാനി, നൊക്കത്ത എന്ന് പറഞ്ഞാൽ പോയിന്റ് കേട്ടോ. നൊക്കത്ത എന്ന് പറഞ്ഞാൽ ഡോട്ട് എന്ന് പറയും അല്ലെങ്കിൽ പോയിന്റ്. നൊക്കത്തത്ത് സാനിയ സെക്കൻഡ് പോയിന്റ്. ഒരു പോയിന്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ തന്നെ വായിക്കും. അസാനി ലിമൻ ഹാദിഹിൽ ബുയൂത്ത് അൽ ജദീദത്ത്. ഇവിടെ എന്താണ്, ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ക്വസ്റ്റ്യൻ. ലിമൻ ആർക്കുള്ളതാണ്. ലി എന്തിനാണ്, പൊസസീവ്നെസ്സിനെ സൂചിപ്പിക്കുന്നത്, ഉടമസ്ഥയെ സൂചിപ്പിക്കുക. ആരാണ് ഉടമസ്ഥൻ, ഏതിന്റെ ഉടമസ്ഥൻ, ഹാദിഹിൽ ബുയൂത്ത്, ഹാദിഹിൽ ബുയൂത്ത്. അപ്പൊ ലിമൻ ആർക്കുള്ളതാണ്, ഹാദിഹിൽ ബുയൂത്ത്, ഈ വീടുകൾ, വീടുകൾ. അപ്പൊ ഈ വീടുകൾ ആർക്കുള്ളതാണ് എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഏകദേശം നമുക്ക് ഇൻഫർമേഷൻ പൂർണ്ണമാണ്. എന്തിനെ കുറിച്ചാണ് ചോദിക്കുന്നത്, ബുയൂത്തിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. അതിനെക്കുറിച്ച് എന്ത് ചോദിച്ചു, ലിമൻ ആർക്കുള്ളതാണെന്ന് ചോദിച്ചു. ചോദ്യം വരുമ്പം പ്രസ്താവന പോലെയല്ല. ചോദ്യം വരുമ്പം അത് അവസാനം പറയുന്ന ആദ്യം പറയും. ലിമൻ ആർക്കുള്ളതാണ്, ആദ്യം ബുയൂത്ത്, ഈ വീട്. പിന്നെ അൽ ബുയൂത്തു എന്നതിന്റെ ഒരു വിശേഷണം കൊടുക്കുക. അപ്പോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് വിശേഷണമാണെന്ന് എങ്ങനെ അറിയാം. പെട്ടെന്ന് നോക്കുക, രണ്ടിനും അല്ലുണ്ടോ, മോസ്റ്റ് പ്രോബബിളി അത് വിശേഷണമായിരിക്കും. രണ്ടിനും അല്ലുണ്ടെങ്കിൽ മോസ്റ്റ് പ്രോബബിളി എന്തായിരിക്കും, അത് വിശേഷണമായിരിക്കും. ഒന്നിനെ അടുത്തതിനോട് ബന്ധിപ്പിക്കുന്ന വേറൊരു പ്രയോഗമുണ്ട്. അടുത്തതിലേക്ക് ബന്ധിപ്പിക്കുമ്പോൾ ഒന്നാമത്തേന് അല്ലുണ്ടാവില്ല, രണ്ടാമത്തേന് അല്ല് കാണും. രണ്ടാമത്തേന് അല്ലുണ്ടാകാം, ഉണ്ടാകാതിരിക്കുകയും ചെയ്യാം, അത് വേറെ കാര്യം. പക്ഷെ ഉണ്ടാകാം. ഇവിടെ എന്താണ്, രണ്ടിനും അല്ലുണ്ടെങ്കിൽ അത് മോസ്റ്റ് പ്രോബബിളി മിക്കവാറും എന്തായിരിക്കും, വിശേഷണമാണ്. പിന്നെ നമ്മൾ രണ്ടെണ്ണം വിശേഷണം യോജിക്കുമ്പോൾ എന്ത് വേണം, വിശേഷണമാകണം എന്ത് വേണം, 4 കാര്യങ്ങൾ ഒത്തുവരണം. ബഹുവചനമാണെങ്കിൽ ഇതും ബഹുവചനമാകണം, വിശേഷണവും ബഹുവചനമാകണം. അത് ആദ്യത്തേത് പുല്ലിംഗമാണെങ്കിൽ രണ്ടാമത്തെ പുല്ലിംഗമാകണം. 2 കാര്യം. ഈ 2 കാര്യവും തെറ്റിക്കുമെന്ന് നമുക്ക് മനസ്സിലായി. ബഹുവചനമാണെങ്കിൽ സ്ത്രീലിംഗ ഏകവചനമാണ് കൊടുക്കുക, മനുഷ്യന്മാരില്ലെങ്കിൽ. അപ്പോ ജെൻഡറും മാറി, നമ്പറും മാറി. ബഹുവചനമാണ്, ബഹുവചനത്തിന്റെ വിശേഷണം എന്തായിട്ട് വരിക, സ്ത്രീലിംഗ ഏകവചനമായിട്ട് വരിക. അപ്പൊ സ്ത്രീലിംഗമായി ഏകവചനമായി. ഈ 2 കാര്യത്തിലും മാച്ചിങ് ഉണ്ടാവില്ല. ബാക്കി 2 കാര്യം ഏതാണ്, അതിനല്ലുണ്ടെങ്കിൽ ഇതിനും അല്ലുണ്ടാവുക. പിന്നെ അതിന്റെ അവസാനം അടയാളം എന്താണോ അതേ അടയാളം രണ്ടാമത്തേനും കൊടുക്കും. അപ്പൊ ബാക്കി 2 ശരിയാണ്. ഇവിടെ അതിനല്ലുണ്ട്, ഇതിനല്ലുണ്ട്. അൽ ബുയൂത്തു അൽ ജദീദത്തു, അവസാനം ലമ്മാണ്. ഈ 2നും അവസാനം ലമ്മാണ്. അപ്പോ അൽ ബുയൂത്തു അൽ ജദീദത്തു.
അപ്പോൾ നേരത്തെ പറഞ്ഞു ഒന്നാമത്തെ പോയിന്റിൽ എന്താ പറഞ്ഞത്? ഇൻഫർമേറ്റീവ് പാർട്ടും ബിഗിനിങ് പാർട്ടും ഇൻഫർമേറ്റീവ് പാർട്ടും തമ്മിൽ എന്തുണ്ടാകണം? മാച്ചിങ് ഉണ്ടാകണം, അല്ലെങ്കിൽ അതിനെ കൺസിഡർ ചെയ്യണം. അബ്വാബ് എന്താണ്? ബഹുവചനം, മനുഷ്യന്മാരല്ലാത്ത ബഹുവചനമായതുകൊണ്ട് അതിനെക്കുറിച്ച് പറഞ്ഞ പദം സ്ത്രീലിംഗ ഏകവചനത്തിൽ പറഞ്ഞു. അപ്പോൾ ബിഗിനിങ് പാർട്ടും അതായത് ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും തമ്മിലുള്ള മാച്ചിങ് ആണ്. ഇവിടെ രണ്ടാമത്തെ പോയിന്റ് എന്താ? അൽ ബുയൂത്തുൽ ജദീദത്തു, വിശേഷണത്തിൽ 4 കാര്യം യോജിക്കണം എന്ന് നമ്മൾ ആദ്യം പഠിച്ചു. പിന്നീട് ഇപ്പൊ പറഞ്ഞു, അല്ലെങ്കിൽ കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ പഠിച്ചു, ബഹുവചനത്തെ സ്ത്രീലിംഗ ഏകവചനം കൊണ്ട് ആണ് വിശേഷിപ്പിക്കുക. അപ്പോ ഒന്ന് സ്ത്രീലിംഗമായി, 2 ഏകവചനമായി. അപ്പൊ 2 കാര്യങ്ങളിൽ അവിടെ യോജിക്കില്ല. ബാക്കി 2 കാര്യമുള്ളത് അല്ലുണ്ടെങ്കിൽ ഇതിന് മൽ വേണം. ഒന്നാമത്തേന് അവസാനത്തെ അടയാളം എന്താണോ അത് ഇതിലും കൊടുക്കണം. അപ്പൊ അൽ ബുയൂത്തുൽ ജദീദത്ത് നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച പാഠം ഇവിടെ എന്താണ്? അൽ ബുയൂത്ത് ബഹുവചനമായതുകൊണ്ട് അൽ ജദീദത്ത് എന്ന സ്ത്രീലിംഗ ഏകവചനം കൊണ്ട് വിശേഷിക്കും. പിന്നെന്താ അതിന്റെ കണ്ടിന്യൂഷൻ? ഹിയ ലിൽ മുദീരി ശരിക്കത്ത്. അപ്പൊ ചോദ്യം, ലിമൻ ഹാദിയൽ ബുയൂത്തുൽ ജദീദത്തു, ഫോർ ഹോം ദീസ് ന്യൂ ഹൗസസ്, ഈ പുതിയ വീടുകൾ ആരുടേതാണ്? അപ്പൊ മറുപടി ഹിയ ലിൽ മുദീരി ലി മുദീരി ശരിക്കത്ത്. ഹിയ, അവ, മലയാളത്തിൽ നമ്മൾ പറഞ്ഞാൽ അവ. അവ എന്ന് പറയുമ്പോ ഹിയയാണ് ഉപയോഗിക്കുക. ഹിയ. അപ്പൊ ബുയൂത്തിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് പ്രോനൗൺ ഉപയോഗിക്കുന്നത്. അപ്പൊ ആർക്കുള്ളതാണ് ആ വീടുകൾ എന്ന് ചോദിച്ചു, അല്ലെങ്കിൽ ആ പുതിയ വീടുകൾ എന്ന് ചോദിച്ചു. അപ്പോൾ അവ മുദീറിനുള്ളതാണ് എന്ന് പറയണം. അപ്പൊ അവ എന്ന് പറയുന്നത് ഹിയ ആ ബുയൂത്തിനെ സൂചിപ്പിക്കുന്നതാണ്. അതിൽ എന്ത് പറഞ്ഞു? അവ ലിൽ മുദീരി ലി മുദീരി ശരിക്കത്തി, ലി മുദീരി ശരിക്കത്തി. ഇവിടെ മുദീറിന് അല്ലില്ല, ശരിക്കത്തിന് അല്ലുണ്ട് കേട്ടാ. ശരിക്കത്തിന് അല്ലുണ്ട്. ഇവിടെ എന്താണ്? ശരീക്കത്തല്ല, ശരിക്കത്ത്. ശരിക്കത്ത്. ശരിക്കത്ത് എന്ന് പറഞ്ഞാൽ ഷിർക്ക് പാർട്ട്ണർ ആക്കുക അല്ലേ? പാർട്ട്ണർ ആക്കുക. ഷിർക്ക് എന്ന് പറഞ്ഞാൽ പാർട്ട്ണർ ആക്കുക. അള്ളയോട് വേറെ ആരെങ്കിലും പാർട്ട്ണർ ആക്കുന്നതിനാണ് സാങ്കേതികമായി, ഇസ്ലാമിന്റെ സാങ്കേതികമായി ഷിർക്ക് എന്ന് പറയുന്നത്. ശരിക്കത്ത് എന്ന് പറഞ്ഞാൽ പാർട്ട്ണർമാർ ചേർന്ന സംരംഭം, കമ്പനി. പാർട്ട്ണർമാർ ചേർന്ന കമ്പനിക്ക് എന്ത് പറയും? ശരിക്കത്ത് എന്ന് പറയും. അപ്പൊ ശരിക്ക എന്നാണ് അവിടെ പറയല്. ശരിക്കത്തുൻ എന്നാണ് നമുക്കിവിടെ ലി മുദീരി ശരിക്കത്തി, കമ്പനിയുടെ മാനേജറുടേതാണ്. അപ്പൊ മുദീർ നമ്മൾ നേരത്തെ പഠിച്ചതെല്ലാം ഹെഡ് മാസ്റ്റർ എന്നോ പ്രിൻസിപ്പൾ എന്നോ ആണ്. ശരിക്കയുടെ അകത്ത് വരുമ്പോ ഹെഡ് മാസ്റ്ററും പ്രിൻസിപ്പളും ഇല്ല. അവിടെ എഡ്യൂക്കേഷൻ സ്ഥാപനത്തിന്റെ ഹെഡ്, സ്കൂളാണെങ്കിൽ ഇവിടെ എന്താണ്? കമ്പനിയുടെ ഹെഡാണ്. കമ്പനിയുടെ ഹെഡ് വരുമ്പോൾ മാനേജറാണ്. സ്കൂളിന്റെ ഹെഡാണ് ഹെഡ് മാസ്റ്റർ, കോളേജിന്റെ ഹെഡാണ് പ്രിൻസിപ്പൽ. അതേസമയം സ്ഥാപനത്തിന്റെ ഹെഡാണ് മാനേജർ. നമ്മൾ പറയുന്നതാണ്, അറബിയിലെല്ലാം ഒന്നാണ്. ശരിയല്ലേ? സൂപ്രണ്ടിന് വേറെ എന്തെങ്കിലും വാക്കുണ്ടാവും? മുദീർ, സൂപ്പർവൈസറും സൂപ്പർവൈസറും. സൂപ്പർവൈസറിന് മുദീറിനെ വിളിക്കാറുണ്ടോ? അറിയില്ല. അത് മുദീർ എന്ന് നമ്മൾ മലയാളത്തിൽ സർ എന്ന് വിളിക്കുമല്ലോ. അപ്പൊ എല്ലാവരും സാറാണ്. സർ ഐസക് ന്യൂട്ടനും സാറാണ്. പിന്നെ നമ്മളെ ആദ്യത്തെ പ്രസിഡന്റ് ഇല്ലേ, അയാളുടെ പ്രസിഡന്റ് അത് പേരെന്താ? സ്വാതന്ത്ര്യം കിട്ടിയ ഉടനെ സർ, ഒരു സർ ഉണ്ടായിരുന്നല്ലോ. ഫസ്റ്റ് പ്രസിഡന്റ് സർ അല്ലായിരുന്നു? അയാളാരാ? അപ്പൊ അയാളും സെറാണ്. അതൊക്കെ സെറിന്റെ ഉയർന്ന തലമാണ്. നമ്മൾ വിളിക്കുന്ന സാധാരണ സെറിനും മാഷിനും സെറെന്ന് വിളിക്കും. അങ്ങനെ വിളിച്ച് മുദീർ അങ്ങനെ ആയതല്ല. പക്ഷെ ഒഫീഷ്യലി മുദീർ എന്ന് ഉപയോഗിക്കാറില്ല. ഒഫീഷ്യലി മുദീർ എന്ന് ഉപയോഗിക്കുന്ന ഒരു സ്ഥാപനത്തിന്റെ ഹെഡാണ്. അതായത് ഒരു ടീം ലീഡറിന് മുദീർ എന്ന് ഉപയോഗിക്കാറ്.
വേറൊരു കുടുംബത്തിൽ മുറാക്കിബാണ് ഫോർമാൻ. സൂപ്പർവൈസർ, ഫോർമാനൊക്കെ മുറാക്കിബ. മുറാക്കിബ്, റക്കീബ് മാറ്റിയതൊക്കെ അല്ലേ? സർ കഥ എന്റെ അടുത്താണോ പറയുന്നത്? ചിലരൊക്കെ ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയുന്നത് ഒന്നും കേൾക്കും. അടുത്തേക്ക് ഞാനോട് സംസാരിക്കുന്നത് നന്നായിട്ട് കേൾക്കും. ഓക്കെ, അപ്പോൾ ഈ മുദീരി ശരിക്ക, ഇപ്പൊ ഇവിടെ നമ്മൾ മുദീറും ശരിക്കും തമ്മിലുള്ള കണക്ഷൻ എന്താ കണക്ടിവിറ്റി? എന്താണ് ആ ബന്ധം? എന്താണ്? പാർട്ട്ണർ ആയിട്ടുള്ള മാരേജ്. അതല്ല ഞാൻ ചോദിച്ചത്. ഇവിടെ നമ്മൾ അബുവാബുൽ മഫ്തൂഹത്ത്, അബുവാബുൽ മസ്ജിദി മഫ്തൂഹത്ത് എന്ന് പറഞ്ഞപ്പോ അബുവാബ് എന്ന് പറയുന്നത് സെന്റൻസിന്റെ ബിഗിനിങ് പാർട്ടാണ്, മഫ്തൂഹത്തും സെക്കൻഡ് പാർട്ടാണ്, അല്ലെങ്കിൽ അതിന്റെ കൺക്ലൂഷൻ പാർട്ടാണെന്ന് പറഞ്ഞു. രണ്ടാമത്തേത് ലിമൻ ഹാദിഹിൽ ബുയൂത്തുൽ ജദീദത്ത് പറഞ്ഞപ്പോ ബുയൂത്ത് ഒരു നൗണാണ്, ആ ബുയൂത്തിന്റെ വിശേഷണമാണ് അൽ ജദീദത്ത്. അൽ ബുയൂത്തിന്റെ വിശേഷണമാണ് അൽ ജദീദത്ത് എന്നത്. അങ്ങനെയാണെങ്കിൽ മുദീറും ശരിക്കത്തും തമ്മിലുള്ള ബന്ധം എന്താ? വിശേഷണമാണെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ചോദിച്ചു വരണം? നോക്കാൻ പറഞ്ഞത് രണ്ടാമത്തെ അല്ലുണ്ടെങ്കിൽ ഒന്നാമത്തെ അല്ല് വേണം. അല്ലുണ്ട്, രണ്ടിനും കെസറല്ലേ? രണ്ടിനും അല്ലുണ്ടോ? രണ്ടിനും അല്ലില്ല. രണ്ടിനും അല്ലില്ല. രണ്ടാമത്തെ അല്ലുണ്ട്, ഒന്നാമത്തെ ജിലാഫത്താണ് ഇവിടെ. ജിലാഫത്താണ്, അതെ, കമ്പനിയുടെ മാനേജർ. അപ്പോഴ് ഒന്നാമത്തേന് കെസർ വരാൻ കാരണം വേറെ, രണ്ടാമത്തേന് കെസർ വരാൻ കാരണം വേറെയാണ്. ഒന്നാമത്തേന് കെസർ വരാൻ കാരണം ലീ വന്നതുകൊണ്ട് ലി മുദീരി. പിന്നീട് ശരിക്ക മുദീർ ശരിക്കോടെ എന്ത് ചെയ്തു? ഇദാഫത്ത് ചെയ്തുകൊണ്ട് അതിന് കെസർ വന്നു. മറ്റേ ഇവിടെ അങ്ങനെയല്ല. അൽ ബുയൂത്തു എന്നത് ഒരു നാമമാണ്, അതിന്റെ വിശേഷണമായതുകൊണ്ട് അതിന്റെ എക്സാക്ട് സെയിം അടയാളം വേണം. ഇവിടെ അങ്ങനെയല്ല, മുദീറിന് കെസറാണ്, മുദീറിന്റെ വിശേഷണമല്ല, മറിച്ച് എന്താണ്, ഇതിലേക്ക് ഇളാഫത്ത് ചെയ്താൽ അതിന് കെസർ കൊടുക്കും. അതുകൊണ്ടാണ് കെസർ. അതേപോലെ നിങ്ങൾ ഖുർആൻ വായിക്കുമ്പോൾ ഇതിന് എന്തുകൊണ്ട് ഈ അടയാളം വന്നു ചിന്തിച്ച് വായിച്ചാൽ 2 ഗുണമുണ്ട്, 3 ഗുണമുണ്ട്. ഒന്ന്, ചിന്തിച്ച് വായിച്ചാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. 2, ചിന്തിച്ച് വായിച്ചാൽ മലക്കുകളോടൊപ്പം ഉണ്ടാവും. 3, ചിന്തിച്ച് വായിച്ചാൽ മലക്കുകളോടൊപ്പം ഉണ്ടാകുന്ന എവിടെയാണ്? ഖിയാമത്ത് നാളിൽ, കേട്ടോ. ഖിയാമത്ത് നാളിൽ മലക്കുകളോടൊപ്പമായിരിക്കും. 3ാമത്, ചിന്തിച്ച് വായിച്ചാൽ 700 ഇരട്ടി പ്രതിഫലം കിട്ടും. 10 മുതൽ 700 ഇരട്ടിയാണ്. അപ്പൊ അതിനിടയ്ക്ക് എവിടെയെങ്കിലും കിട്ടും. ചിന്തിക്കാതെ വായിച്ചാൽ 10 താഴെയുള്ളൂ. അപ്പൊ നമുക്ക് ഖുർആന്റെ അന്തസത്ത, നമ്മൾ അന്തസത്ത എന്ന് പറയുമ്പോൾ പലപ്പോഴും വെറും ഇൻഫർമേഷൻ ആണ് കിടക്കുന്നത്. അന്തസത്ത എന്ന് പറഞ്ഞാൽ അടിയിൽ കിടക്കുന്ന സംഭവം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അസാലിസ് അന്നുജൂമു ജമീലത്തുൻ. അന്നുജൂമു ജമീലത്തുൻ ഇവിടെ എന്ത് കണക്ഷൻ ആണെന്ന് ആർക്ക് പറയാം? അന്നുജൂമു ജമീലത്തുൻ ഇളാഫത്താണെങ്കിൽ രണ്ടാമത്തെ കെസർ വേണ്ടേ? വിശേഷണമാണെങ്കിൽ രണ്ടിനും അല്ല് വേണ്ടേ? വിശേഷണമാണെങ്കിൽ രണ്ടിനും അല്ല് വേണം. ഇത് നോമിനൽ സെന്റൻസ് ആണ്. ബിഗിനിങ് പാർട്ട് ആൻഡ് സെക്കൻഡ് പാർട്ട്. ബിഗിനിങ് പാർട്ട് ആൻഡ് കൺക്ലൂഷൻ പാർട്ട്. എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്? നുജൂമിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നുജൂമിനെ കുറിച്ച് എന്ത് പറയുന്നു? നുജൂമ് ജമീലയാണെന്ന് പറഞ്ഞു. അപ്പൊ മനസ്സിലായി, ഈ നുജൂമിനെ കുറിച്ചല്ല പറഞ്ഞു, അത് വേറെ ഏതോ നുജൂമിനെ കുറിച്ചാണ് പറഞ്ഞു. മേലെയുള്ള നുജൂമിനെ കുറിച്ചാണ് പറഞ്ഞു. നുജൂമാരാണ്? ജമീലയാണ്. എന്താ അർത്ഥം? നക്ഷത്രങ്ങൾ നക്ഷത്രങ്ങൾ മനോഹരമാണ്. മനസ്സിലായില്ല, എന്നെ കുറിച്ചല്ല പറഞ്ഞു.
അന്നുജൂമു ജമീലത്തുൻ. അപ്പം താരങ്ങൾ മനോഹരമാണ്. അപ്പൊ നുജൂമ് ബഹുവചനമായതുകൊണ്ടും മനുഷ്യന്മാരല്ലാത്തത് കൊണ്ടുമാണ് ജമീലത്തുൻ എന്ന സ്ത്രീലിംഗം കൊണ്ട് ഇൻഫർമേഷൻ കൊടുത്തത്. ഹാദിഹി ദുറൂസു സഹ്ലത്തുൻ. ഹാദിഹി ദുറൂസു സഹ്ലത്തുൻ. അപ്പോ ദുറൂസും സഹ്ലത്തും തമ്മിൽ എന്താ ബന്ധം? അത് പ്ലൂറലായതുകൊണ്ട് സ്ത്രീലിംഗ ഏകവചനം എഴുതി. ഞാൻ ചോദിച്ചത് രണ്ടും തമ്മിലെ കണക്ഷൻ ആദ്യം പറയും. ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ട്. ഫസ്റ്റ് പാർട്ട് ഹാദിഹി ദുറൂസും ആണ് കേട്ടോ. സെക്കൻഡ് പാർട്ട് സഹലത്ത്. അപ്പൊ ദുറൂസ് പ്ലൂറൽ ആയതുകൊണ്ടാണ് സഹലത്തിന് കൊണ്ട് എന്ത് ചെയ്ത് അതിന്റെ ഇൻഫർമേഷൻ കൊടുത്തത്. ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും തമ്മിൽ കണക്ഷൻ ഉണ്ടാകണം, അതുമായിട്ട് മാച്ചിങ് ഉണ്ടാകണം. അതിൽ പ്രധാന ഘടകമാണ് ജെൻഡർ മാച്ചിങ് ഉണ്ടാവുക. ഇവിടെ എന്താണ് ദുറൂസ് പ്ലൂറൽ ആയതുകൊണ്ട് സഹലത്തുൻ എന്ന സ്ത്രീലിംഗ ഏകവചനം കൊണ്ട് പറഞ്ഞു. അതേപോലെ തന്നെ ദുറൂസ് ബഹുവചനമായതുകൊണ്ട് ഹാദിഹി ഉപയോഗിച്ചു. ഹാദിഹി എന്ന ഫെമിനിൻ സിംഗുലർ. ഹാദിഹി എന്ന് പറയുന്നത് ഡെമോൺസ്ട്രേറ്റീവ് പ്രോനോൺ എന്നാണ് അതിന് പറയുക. ചൂണ്ട് വചന സർവനാമം. നമ്മൾ പഠിച്ചെന്താ? അറബിയിൽ എന്താ പഠിച്ചു? ഇസ്മുൽ ഇഷാറ. ഇസ്മുൽ ഇഷാറ. ഇഷാറ അറിയാമല്ലോ. ഇഷാറ സിഗ്നൽ. സിഗ്നൽ അങ്ങോട്ട് ചൂണ്ടുക. മലയാളത്തിൽ ചൂണ്ട് പറയുക എന്ന് പറയും. സൈൻ ബോർഡ്, സിഗ്നൽ. അപ്പോ ചൂണ്ടി പറയാനുള്ള പദമാണ് ഹാദിഹി. അതുകൊണ്ട് ചൂണ്ടാൻ കാര്യം എന്താണ്? ഹാദിഹി ഒരു സ്ത്രീലിംഗ ഏകവചനം കൊണ്ട് പറഞ്ഞത് ദുറൂസ് പ്ലൂറൽ ആയതുകൊണ്ട്. അപ്പൊ ഇത് 1, 2, 3 പോയിന്റുകൾ പറയുന്നത് ഓരോന്നിനും എന്താണ്, ഓരോ വാക്യത്തിനും അതിൻ്റെതായ പ്രയോജനമുണ്ട്. ആ പ്രയോജനം മനസ്സിലാക്കിയാൽ രണ്ടാമത് നിങ്ങൾ വായിക്കുന്നത്. അൽഖാമിസ് ഫിൽ ഹിന്ദി ലുഗാത്തുൻ കസീറത്തുൻ. ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക, എന്നിട്ട് അതിന്റെ കണക്ടിവിറ്റി പറയുക. ഫിൽ ഹിന്ദി ലുഗാത്തുൻ കസീറത്തുൻ. അപ്പോ കസീറത്തുൻ എന്താ ബന്ധം? ലുഗാത്തിന്റെ വിശേഷണമാണ്. കാരണം രണ്ടിനും നല്ലില്ല, രണ്ടും സെയിം അടയാളമാണ്. ലുഗാത്തുൻ കസീറത്തുൻ. ലുഗാത്തുൻ ലമ്മാണ്, കസീറത്തുൻ ലമ്മാണ്. ലുഗാത്ത് എന്താ അർത്ഥം? ലാംഗ്വേജസ്. അതിന്റെ ഏകവചനം ലുഗാത്തുൻ. ലുഗാത്തുൻ ക്ലോസ് ടു താ ആയതുകൊണ്ട് അതിന് ഹാത്ത് കൊടുത്താൽ ബഹുവചനമാകും. ലുഗാത്തുൻ ലുഗാത്തുൻ ലാംഗ്വേജസ്. കസീറത്തുൻ എന്നത് അതിന്റെ വിശേഷണം. അത് ലുഗാത്ത് പ്ലൂറൽ ആയതുകൊണ്ട് സ്ത്രീലിംഗ ഏകവചനം കൊണ്ട് വിശേഷിപ്പിച്ചു. അസാദിസ് കുത്തുബുൽ ജദീദത്തു. അയിനൽ കുത്തുബുൽ ജദീദത്തു ഹിയ ഫിൽ മക്തബതി. അതിവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയാണ്. ഈവൻ ഹാദിഹിൽ ബുയൂത്ത് എന്ന് പറഞ്ഞതുപോലെ, ഹാദിഹിൽ ബുയൂത്തുൽ ജദീദത്തു എന്ന് പറഞ്ഞതുപോലെ, അയിനൽ കുത്തുബുൽ ജദീദത്തു. അൽ ബുയൂത്തു കുത്തുബു പുസ്തകങ്ങൾ, അൽ ജദീദത്തു പുസ്തകങ്ങൾ ബഹുവചനമായതുകൊണ്ട് ജദീദത്ത് എന്ന എന്താണ്? കുത്തുബിന്റെ എന്താണ് ജദീദത്ത്? വിശേഷണം. അതിന്റെ കണക്ഷൻ എന്താണ്? വിശേഷണമാണ്. അൽ കുത്തുബുൽ ജദീദത്ത്. രണ്ടിനും അല്ലുണ്ടെങ്കിൽ പിന്നെ അത് മിക്കവാറും എന്തായിരിക്കും? വിശേഷണമായിരിക്കും. അൽ കുത്തുബുൽ ജദീദത്ത്. അപ്പോ അതിനുള്ള കുത്തുബുൽ ജദീദത്ത്, അതിനുള്ള അർത്ഥം എന്താണ്? എവിടെ? പുതിയ പുസ്തകങ്ങൾ എവിടെ? ഹിയ ഫിൽ മക്തബത്തി. ഹിയ ഫിൽ മക്തബത്തി. അതെവിടെയുണ്ട്? ലൈബ്രറി. അൽ മക്തബത്ത് ലൈബ്രറി. മക്തബത്ത് ലൈബ്രറി. മക്തബത്തിന് 2 മീനിങ് ഉണ്ടാവും. മക്തബത്തിന് 2 മീനിങ് ഉണ്ടാവും. ഒന്ന് പുസ്തകം. മക്തബത്തല്ല ഓഫീസ്. മക്തബത്ത് താഴെ ഉണ്ടെങ്കിൽ 2 അർത്ഥം. ഒന്ന് ലൈബ്രറി, പുസ്തകം ലെൻഡ് ചെയ്യുന്ന സ്ഥലം, പുസ്തകം വായ്പ വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കാവുന്ന സ്ഥലം.
മക്തബത്ത് ലൈബ്രറി. അതല്ലെങ്കിൽ പുസ്തകം വിൽക്കുന്ന സ്ഥലത്തിന് മക്തബത്ത് എന്ന് പറയും. പുസ്തകം വിലയ്ക്ക് വാങ്ങാവുന്ന സ്ഥലം മക്തബത്ത്. കിതാബ് ഉള്ള സ്ഥലമാണ് മക്തബത്ത്. മക്തബ് എന്ന് പറഞ്ഞ ഓഫീസ് മക്തബ് എന്ന് പറഞ്ഞ ഓഫീസ്. അതിനെ പെണ്ണാക്കിയാല് ലേഡി ഓഫീസ് അല്ല. അങ്ങനെയൊക്കെ ചില സംഭവം ഉണ്ട് അറിയില്ല. ഈ മക്തബ് മേശ എന്ന് പറയുന്ന അർത്ഥം വരില്ലേ? മക്തബ് മേശ, അതിനാണ് ടേബിൾ എന്ന് പറഞ്ഞത്. അതാണ് ഞാൻ പറഞ്ഞത്. അതിനെ പെണ്ണാക്കിയാൽ ലൈബ്രറി അല്ലെങ്കിൽ ബുക്ക് സ്റ്റാൾ. പെൺമേശ അല്ല. മക്തബത്തും ജറീറത്തും. ജറീർ മക്തബത്ത് ജറീർ ജറീർ മക്തബത്തുൽ ജരീദ്. ജറീർ ജറീർ അൽ ജരീർ ജരീർ ജറീർ അല്ല ജരീർ. ജറീർ റാക്കി കസട്ട ജി ജരീർ. ജറീർ ജരീർ ബുക്സ്. നമ്മളെപ്പോഴും അറബ് നാടിലുള്ള സൈൻ ബോർഡ് വായിക്കുമ്പോൾ എല്ലാം അറബിയിലാവണം വായിക്കും. 2 ലാംഗ്വേജ് എഴുതിയിട്ടുണ്ടാവും. അതെല്ലാം അറബിയിൽ വായിച്ച് ജീവിക്കണം, അല്ലെങ്കിൽ ഒരുപാട് അബദ്ധങ്ങൾ പറ്റും. ഓക്കെ. 7. അപ്പൊ അവിടെ ഹിയ ഉപയോഗിച്ചത് അൽ കുത്തുബിനെ ഉപയോഗിച്ചിട്ടാണ് ഹിയ ഉപയോഗിച്ചത്. വേറെ ഒന്നും സംഭവമില്ല. 7. തിൽക സുറുറു മക്സൂറത്തുൻ. തിൽക സുറുറു മക്സൂറത്തുൻ. അപ്പൊ സുറുറും മക്സൂറത്തും തമ്മിൽ എന്താ ബന്ധം? വിശേഷണം. രണ്ടു വേണ്ടേ? അതിന്റെ സെക്കൻഡ് പാർട്ടാണ്. ഒന്നാമത്തെ രണ്ടാമത്തെ പാർട്ടാണ്. ഇൻഫർമേറ്റീവ് പാർട്ടാണ്. ഇൻഫർമേഷൻ അറബിയിൽ എന്താ പറയാ? ഖബർ. ഇൻഫർമേഷൻ, വാർത്ത. ഫസ്റ്റ് പാർട്ടിന് ഞാൻ ഒരു വാക്ക് നേരത്തെ പറയുന്നത്, കഴിഞ്ഞ പാർട്ടി പറഞ്ഞായിരുന്നു. ഫസ്റ്റ് പാർട്ടിന് പറയുന്ന വാക്ക് മുബത്തദ. അപ്പൊ മുബത്തദ ഫസ്റ്റ് പാർട്ട് മുബത്തദ, സെക്കൻഡ് പാർട്ട് ഖബർ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഫസ്റ്റ് പാർട്ട് മീൻസ് എന്തുകൊണ്ട് തുടങ്ങുന്നു, എന്തിനെ കുറിച്ച് പറയുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് തുടങ്ങുന്നു. ബിഗിനിങ് പാർട്ട് അതാണ് മുബത്തദ. സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ മുബത്തദയെ കുറിച്ച് ഒരു ഇൻഫർമേഷൻ തരികയാണ്, അതാണ് ഖബർ. അപ്പൊ ഇത് മുബത്തദയും ഖബറുമാണ്. തിൽക സുറുറു മക്സൂറത്ത്. ആ കട്ടിലുകൾ ബ്രോക്കൺ ആണ്, പൊട്ടിയവയാണ്. അപ്പൊ അതുകൊണ്ട് തിൽക്ക എന്ന വാക്ക് ഉപയോഗിച്ചു. നേരത്തെ ഹാദിഹി ഉപയോഗിച്ച പോലെ തന്നെ ശരീർ ബഹുവചനം, സുറുർ ബഹുവചനമായതുകൊണ്ട് തിൽക്ക ഉപയോഗിച്ചു. പിന്നെ സുറുർ ബഹുവചനമായതുകൊണ്ട് മക്സൂറത്ത് എന്നതാണ് അതിലെ ഇൻഫർമേറ്റീവ് പാർട്ട്. അത് തമ്മിലുള്ള മാച്ചിങ് വേണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് സ്ത്രീലിംഗ ഏകവചനം കൊണ്ടാണ് അതിന്റെ ഇൻഫർമേഷൻ കൊടുത്തത്, ഖബർ പറഞ്ഞു. സംശയം, മറ്റേ സ്ത്രീലിംഗാണ് വാക്ക് കട്ടിൽ എന്നുള്ള. ഇത്രയും നേരം പറഞ്ഞ എന്താ റഷീദ്? തിൽക്കാന്ന് പറഞ്ഞപ്പോ കഴിഞ്ഞ പാഠത്തിലുണ്ടായിരുന്നു. കഴിഞ്ഞ പാഠത്തില് ഹാദിഹി പറഞ്ഞപ്പോണ്ടായിരുന്നു. ഹാദിഹി സ്ത്രീലിംഗമാണ്. ഹാദിഹി ആ സ്ത്രീലിംഗം കൊണ്ട് ദുറൂസ് പറയാൻ കാര്യം മനുഷ്യന്മാരല്ലാത്ത ബഹുവചനമായിരുന്നു. മനുഷ്യല്ലാത്ത നമ്മളെ പാഠത്തിൽ പറഞ്ഞത് അത് ഈ ഹാദിന്ന് പെട്ടെന്ന് തിൽക്കയിലേക്ക് വന്നപ്പോ ഒരു സംശയം വന്നായിരുന്നു. അതിനാ പറഞ്ഞത് തിൽക്ക ഉപയോഗിക്കാൻ കാര്യം അതാണ്. ഇപ്പോൾ പറഞ്ഞു തിൽക്ക ഉപയോഗിക്കാൻ കാരണം നിങ്ങൾ ചോദിക്കുന്നതിന് തൊട്ട് മുമ്പ് പറഞ്ഞായിരുന്നു. തിൽക്ക ഉപയോഗിച്ചത് സുറ് ബഹുവചനമായതുകൊണ്ടാണ്. ഹാദിഹി ഉപയോഗിച്ചത് പോലെ ഇവിടെ തിൽക്ക ഉപയോഗിച്ചു. ഹാദിഹി ഫോർ ദ നിയറസ്റ്റ്. അല്ല, സ്ത്രീലിംഗ രൂപല്ലേ തിൽക്ക? ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞെന്താണ്? ഞാൻ പറഞ്ഞ വേറെ സബ്ജക്റ്റാ. ഹാദിഹി മുകളിൽ ഹാദിഹി ഉപയോഗിച്ചു. ഹാദിഹി ഉപയോഗിച്ചിട്ട് ദുറൂസ് പറഞ്ഞു. അതേപോലെ സുറിന്റെ കൂടെ തിൽക്ക ഉപയോഗിച്ചു. എന്താ പറഞ്ഞത്? മനസ്സിലായി. ബഹുവചനം ഉപയോഗിച്ചതുകൊണ്ട് ഹാദിഹി എന്ന ഫെമിൻ ഉപയോഗിച്ചു. അതേപോലെ സുറൂർ പ്ലൂറൽ ആയതുകൊണ്ട് തിൽക്ക എന്ന ഫെമിനിൻ ഉപയോഗിച്ചു. മക്സൂറത്ത്.
അസമാനിയ അസ്സാഅത്തുൽ യാബാനിയ്യത്തു റഖീസത്തു. അപ്പൊ അതെന്താ ചെയ്തിരിക്കുന്നത്? ഓരോന്നും പറയുക. സാഅത്തുൽ യാബാനിയത്തും തമ്മിലുള്ള ബന്ധം എന്താ? സാഅത്തുൽ യാബാനിയത്തും തമ്മിൽ ഇലാഫത്ത് ഇലാഫത്ത്. ക്ലോക്ക് അസ്സാഅത്തുൽ യാബാനിയ്യത്തു. എങ്ങനെ ഇളാഫത്ത് വരിക? വിശേഷണം ഇളാഫത്ത് പറഞ്ഞാൽ വിശേഷണം. ഒന്നിനും ഒരിക്കലും രണ്ടിനും അല്ലുണ്ടാവില്ല. അല്ല അസ്സാഅത്തുൽ യാബാനിയത്തീന്നാവുമ്പോഴോ? തീ എന്ന് പറഞ്ഞാലും അങ്ങനെ വരില്ല. എന്താ ആവില്ല. കാരണം എന്താ? രണ്ടിനും അല്ലുണ്ടാവില്ല എന്ന് പറഞ്ഞില്ലേ? ആ ആ ഇങ്ങനെ ഈ തീ എന്ന് എങ്ങനെ കിട്ടി? ഇന്ത്യന്ന് വരുമ്പോ അല്ലുണ്ടാവില്ല. അതായത് ജപ്പാന്റെ വാച്ചുകൾ എന്നുള്ള അർത്ഥത്തില് അത് നിങ്ങൾ ചിന്തിച്ചതാണ്. മലയാളത്തിൽ പറഞ്ഞതാ. ജപ്പാന്റെ വാച്ചെന്ന്. അവിടെ ഉടമസ്ഥതയാണോ? ഇന്ത്യ എന്ന അവിടെ ഉടമസ്ഥ ഇളാഫത്തോ അല്ലെങ്കിൽ ജപ്പാന്റെ വാച്ചെന്നാണോ? ജപ്പാനീസ് വാച്ച് എന്നാണ് കേട്ടോ. ജപ്പാനീസ് വാച്ച്. അൽ യാബാനിയത്തു, ജപ്പാനെ സംബന്ധിക്കുന്നത് അല്ലെങ്കിൽ ജപ്പാനിൽ നിർമ്മിച്ചത് അല്ലെങ്കിൽ ജപ്പാനുമായി ബന്ധപ്പെട്ടത്. അതാണ് ഇന്ത്യ എന്ന ഉട എന്ന അർത്ഥത്തിൽ അല്ല വരും. ഇലാഫത്തല്ല. വിശേഷണം. വിശേഷണം. ഞാൻ പറഞ്ഞു രണ്ടിനും അല്ലുണ്ടെങ്കിൽ മോസ്റ്റ് പ്രോബബിളി എന്തായിരിക്കും? വിശേഷണമായിരിക്കും. വിശേഷണമായിരിക്കും. അപ്പൊ നിങ്ങൾ അങ്ങനെ പറഞ്ഞോളൂ. ഉസ്താദ് അങ്ങനെ പറഞ്ഞു പോകുക. രണ്ടിനും അല്ലുണ്ടെങ്കിൽ വിശേഷണമായിരിക്കും രണ്ടല്ലുണ്ടെങ്കിൽ വിശേഷണമായിരിക്കും എന്ന് പറഞ്ഞാൽ പിന്നെ തെറ്റിയിട്ടുണ്ടെങ്കിൽ വേറെ നോക്കാം. നമുക്ക് വേറെ എന്തെങ്കിലും നിയമം വന്നിട്ടുണ്ടോ? രണ്ടല്ലുണ്ടെങ്കിൽ വിശേഷണമായിരിക്കും. രണ്ടിനും അല്ലുണ്ടെങ്കിൽ കൂടുതൽ സാധ്യത വിശേഷണമാകാനാണ്. അസ്സാഅത്തുൽ യാബാനിയ്യത്ത്. ജപ്പാനീസ് വാച്ച്. റഖീസത്ത്. അസ്സാഅത്തുൽ യാബാനിയ്യത്തു. റഖീസത്തിന് എന്താണ്? വില കുറഞ്ഞത്. വില കുറഞ്ഞതാണ്. ചീപ്പാണ്. റഖീസത്ത് വില കുറഞ്ഞത്. കാരണം അവിടെ അമേരിക്കയാണ്. അമേരിക്കക്കാർക്കാണ് വില കൂടുതൽ. ഇപ്പൊ വന്നിട്ടുണ്ടല്ലോ അമേരിക്കക്കാര്. അപ്പൊ എന്താണ് റഖീസത്ത് എവിടൊക്കെ ഏതുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്? ജപ്പാനീസ് വാച്ച്. സാഹത്തുമായിട്ടാണ്. സാഹത്ത് എന്താണ്? വാച്ച്. ബിഗിനിങ് പാർട്ട്. അതിന്റെ കൺക്ലൂഷൻ ആണ്. ഖബറാണെന്ത്? ഖബറാണ് റഖീസത്ത്. റഖീസത്ത്. അല്ലെങ്കിൽ റഖീസ് മാത്രം പറഞ്ഞാലും മതി. പുല്ലിംഗമാണെങ്കിൽ റഖീസ് എന്ന് പറയാം. റഖീസ്. ഇവിടെ സാത്ത് ആയതുകൊണ്ടാണ്, സ്ത്രീലിംഗമായതുകൊണ്ടാണ് റഖീസത്ത് ഉപയോഗിച്ചത്. അത് വേറെ കേട്ടോ. ആൾക്കാർക്ക് വേളുന്ന റഖീസ് എന്ന പേരിടരുത്. ആൾ ചീപ്പായിരിക്കില്ല. ആള് ചിലപ്പോൾ വലിയ വിലയുള്ള ആളാണ്. അത് റഈസാണ്. റഈസ്. പക്ഷെ ഇതൊന്നും അറിയാതെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആദ്യം പേരിട്ട് കഴിഞ്ഞാൽ അതിനെ ഇങ്ങനെ ഇംഗ്ലീഷ് എഴുതാമെന്നൂടെ പഠിക്കണം. അതിന്റെ കറക്റ്റ് സ്പെല്ലിംഗ് എന്താണെന്ന്. ഇപ്പൊ നമ്മള് പഞ്ചായത്ത് എഴുതി കൊടുക്കുമ്പോൾ നമ്മൾ തന്നെ എഴുതി കൊടുക്കില്ല. അല്ലെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ എഴുതി കൊടുക്കുമ്പോൾ നമുക്ക് തന്നെ എഴുതി കൊടുക്കാം. മുമ്പത്തെ പോലെ തോന്നിയത് പോലെ അല്ല എഴുതുന്നത്. അപ്പൊ നമ്മളെ കറക്റ്റ് സ്പെല്ലിംഗ് എഴുതി കൊടുത്താൽ കറക്റ്റ് സ്പെല്ലിംഗ് ആയിരിക്കും വരുന്നത്. സ്കൂളിലും അതായിരിക്കും വരുന്നത്. പാസ്പോർട്ടിൽ അതാക്കി കഴിഞ്ഞു. അല്ലെങ്കിൽ റഹീസ് എന്ന് പേരിട്ടാൽ എച്ചിട്ട് പിന്നെ റഹീസ് ആകാനാണ് കൂടുതൽ സാധ്യത. നാളെ വില കുറയ്ക്കുന്ന പരിപാടിയാണ്. 9 ഹാദിഹിൽ ഹമറു. ബ്രാക്കറ്റ് ഇട്ട് എന്താ വായിക്കണം? നമ്മുടെ മലയാളത്തിൽ അഥവാ എന്ന് പറയൂലേ? അഥവാ എന്ന് പറയുന്നവരാണെങ്കിൽ ബ്രാക്കറ്റ് ഇട്ടാൽ ഔ എന്ന് വായിക്കാം. അവിൽ ഹമീറു. അപ്പോ ഹുമറിന് പറയുന്ന മറ്റൊരു പദമാണ് ഹമീർ. അതിന്റെ ഏകവചനം എന്താണ്? ഹമീർ ഖുർആൻ വായിച്ചിട്ടുണ്ടോ? സൂറത്തുൽ ജുമയിലാണ് പിന്നെ ഹമീർ ഉള്ളത്. വൽ ഹമീറ വൽ ബിഗാല എന്നൊക്കെ പറഞ്ഞിട്ട് എവിടെയുണ്ട്? കണ്ടുപിടിക്കുക കേട്ടോ. ഹമീർ. അതേപോലെ ഹുമറുണ്ട്. ഞാൻ പറയുന്നത് നിങ്ങൾ വേറൊരു വാക്കായിട്ട് പറയും. ഞാൻ ഹമീർ കണ്ടിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഹമീർ ലുക്മാനില്ലേ? അതെ. അസ്വാത്തിന്റെ സൗത്ത് ഹമീർ.
വേറെയുണ്ട്. ഞാൻ ഒരു ആയത്ത് വേറൊരു ആയത്ത് ഞാൻ പറഞ്ഞു, അവിടെയുണ്ട്. അതേപോലെ ചിലപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ സൗത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ബനി ഇസ്രായേൽ എന്തായിരിക്കും പറഞ്ഞത്? അവിടെയും സൗത്ത് പറയുന്നുണ്ടല്ലോ. അവിടെയൊക്കെ നോക്കുക, ഹമീർ ഉണ്ടാവും. ഹുമർ സൂറത്തിലെ ഗുജറാത്തിലുണ്ട്. എവിടെ? സൂറത്തിലെ ഗുജറാത്തിൽ എന്താ? സൗത്ത് സൗത്തിനെ കുറിച്ച് പറയുന്നത്. ഗുജറാത്തില് റസൂലിന്റെ ശബ്ദത്തിനോട് വില പോവരുത് എന്നല്ല പറഞ്ഞത് ഗുജറാത്തില്. അത് എല്ലാ തർഫഴ അസ്വാത്തക്കം സൗത്തിന്റെ അതല്ല ബനു ഇസ്രായേലിൽ സൗത്ത് വിളിക്കും. ബനു ഇസ്രായേലില് അവിടെ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നോക്കുക. ഹുമർ സൗദിയിൽ എന്താ പറഞ്ഞത്? ഹുമറിന്റെ സൂറത്തുൽ മുർസലാത്തിലുണ്ട്. അതെവിടെയാണ്? നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞായിരുന്നു. അത് മുദ്ദസ്സിറില്. കഅന്നഹു ജിമാലത്തുൻ, അത് വേറെയാണ് അല്ലേ? അത് വേറെ. അപ്പൊ എന്തായാലും ഹുമർ ഖുറാനിലുണ്ട്, ഹമീറും ഉണ്ട്. അപ്പൊ ഹാദിഹിൽ ഹുമറു അവിൽ ഹമീറു ലിൽ ഫല്ലാഹി. അപ്പൊ ഹാദിഹിൽ ഹുമറു അവിൽ ഹമീറു ലിൽ ഫല്ലാഹി. അപ്പൊ ഇവിടെ ആദിഹി ഉപയോഗിച്ച് ഹുമറിനെ കുറിച്ച് പറഞ്ഞു. അവിൽ ഹമീർ ബഹുവചനമായതുകൊണ്ട് ആദിഹി ഉപയോഗിച്ചു, മനുഷ്യന്മാരല്ലാത്തതുകൊണ്ട്. നേരത്തെ പറഞ്ഞിടത്തൊക്കെ എന്തായിരുന്നു? തിൽക്ക സുറുറു എന്ന് പറഞ്ഞപ്പോൾ കസേര, അല്ല കട്ടിലുകൾ, അതാണ് അജേതന വസ്തുവാണ്. അസാഅത്തുൽ യബാനിയത്ത് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അത് അജേതന വസ്തുവാണ്. ആദ്യം ഹുമറു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എന്താണ്? അത് ജീവിക്കുന്ന ജീവനുള്ളവയാണ്, പക്ഷേ അതിനെ കുറിച്ച് ബഹുവചനമായതുകൊണ്ട് ഹാദിഹി എന്നാണ്. ലിൽ ഫല്ലാഹി, ഫല്ലാഹരാണ് ഫാർമർ. അൽ-ആശിർ ഐന കുതുബുകുന്ന യാ അഖവാതു. എന്താ പറയണം? ഐന കുതുബുകുന്ന യാ അഖവാതു. അപ്പൊ അഖവാത്ത് എന്താണ്? ആഖിലാണ്, മനുഷ്യന്മാരായതുകൊണ്ട്. അഖവാത്തല്ല ഇവിടെ വിഷയം, അതല്ല. അത് വേറെ, അടുത്ത സെൻസ് വേറെ പറയുന്നത്. ഇവിടെ കുത്തുബാണ്, കുത്തുബിനെ കുറിച്ചാണ് പറയുന്നത്. അയിന കുത്തുബു കുഞ്ഞ, കുത്തുബു കുഞ്ഞ നിങ്ങളുടെ പുസ്തകങ്ങൾ. അയിന കുത്തുബു കുഞ്ഞ നിങ്ങളുടെ പുസ്തകങ്ങൾ എവിടെ? യാ അഖവാത്തു സഹോദരിമാരെ. അപ്പൊ എന്ത് പറഞ്ഞു? ഹിയ ഫിൽ ഫസ്ലി. ഹിയ പറഞ്ഞ എന്തിനെ കുറിച്ചാ? കുത്തുബിനെ കുറിച്ച്. പുസ്തകങ്ങൾ ബഹുവചനമായതുകൊണ്ട് ഹിയ പറഞ്ഞു. ഹിയ ഫിൽ ഫസ്ലി, അതെവിടെയാണ്? ക്ലാസ്സിലാണ്. അൽ ഹാദി അശർ ഹാദിഹി കുതുബി വതിൽക കുതുബു ഉഖ്തി. ഹാദിഹി കുതുബി, റഷീദ് സാർ ചോദിച്ചു ഹാദിഹി കുതുബി. കുത്തുബ് ബഹുവചനമായതുകൊണ്ട് ഹാദിഹി ഉപയോഗിച്ചു. ഹാദിഹി അടുത്തുള്ളത്, ഹാദിഹി കുതുബി. അപ്പൊ നമ്മൾ മലയാളത്തിൽ പറയുമ്പോ ഇവ എന്റെ പുസ്തകങ്ങളാണ്. വതിൽക കുതുബു ഉഖ്തി, അവ. അതെന്നാണ്, പക്ഷെ ഇവിടെ കുത്തുബായതുകൊണ്ട് അവ, ബഹുവചനമായതുകൊണ്ട് തിൽക്ക ഉപയോഗിച്ചു. അവ കുത്തുബു ഉഖ്തി, എന്റെ സഹോദരിയുടെ പുസ്തകങ്ങളാണ്. ആദിഹി മകാതിബുത്തുല്ലാബി. ആദിഹി മകാതിബുത്തുല്ലാബി. മകാതിബിന്റെ ഏകവചനം എന്താണ്? മക്തബുൻ. മകാതിബുത്തുല്ലാബി, കുട്ടികളുടെ എന്താണ്? ഡെസ്കുകളാണ്, മക്തബുൻ മകാതിബു. മക്കാത്തിബു കേട്ടോ. മക്തബുൻ മക്കാത്തിബു, മസ്ജിദുൻ മസാജിദു പോലെ മക്കാത്തിബു ഒരു തമ്മേ ഉള്ളൂ. മക്കാത്തിബു തുല്ലാബി, ഇത് കുട്ടികളുടെ ഡെസ്കുകളാണ്, മേശകളാണ്. ഇവ ഓഫീസ് എന്നുള്ള അർത്ഥം വരുന്നത് എന്താണ്? ഈ മക്കാത്തിബിന് ഓഫീസ് എന്നുള്ള അർത്ഥം വരുന്നത്.
ഈ മക്കാത്തിബാണ് ഓഫീസുകൾ. മക്തബുൻ ഉം. ഫീഹാവ ശാരിഉ في هذا الشارع فنادق كبيرة. في هذا الشارع. ഷാരിഅ പ്രകടമായ പുല്ലിംഗമല്ല, വഴി. സ്ത്രീലിംഗമല്ല, പക്ഷെ ഏകവചനമാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു? ഹാദ ഉപയോഗിച്ചു. ഹാദശാരിയു ഈ ഹാദശാരിയി ഈ സ്ട്രീറ്റിൽ ഫനാദിഖു. ഫനാദിഖ് എന്താണ്? ഹോട്ടൽ ഹോട്ടൽ ഹോട്ടൽസ്. ഹോട്ടൽസ് ഹോട്ടലുകളുണ്ട്. കബീറത്തുൻ. ധാരാളം. വലുത് വലിയ കബീറത്തുൻ ധാരാളമാണ്. വലിയ വലിയ വലിയവയായ ഹോട്ടലുകളുണ്ട്. വലിയവയായ. വലിയ ഫനാദിഖു ബഹുവചനമാണ്. അതുകൊണ്ട് കബീറത്തുൻ പറയുമ്പോ വലിപ്പമുള്ളവ. അങ്ങനെ മലയാളത്തിൽ പറഞ്ഞ വലിയ വലിയ ഹോട്ടലുകളുണ്ട്. ഈ സ്ട്രീറ്റിൽ വലിയ വലിയ ഹോട്ടലുകളുണ്ട്. ഫനാദിഖു കബീറത്തുൻ. ഇതാണ് പാഠം. ബാക്കി എക്സർസൈസ് ആണ്. എക്സർസൈസ് ഒരുപാടുണ്ട്. ഈ ഫനാദിഖു കബീറത്തുൻ എന്ന് പറഞ്ഞാല് വലിയ വലിയ എന്ന് അർത്ഥമല്ല. വലിയ ഹോട്ടലുകൾ ഉണ്ടെന്ന് പറഞ്ഞാൽ വലിയ ഹോട്ടൽ ഹോട്ടലുകൾ ബഹുജനായതുകൊണ്ടാണ് വലിയ വലിയ എന്ന് പറഞ്ഞത്. ഞാൻ വേറൊരു ശൈലിയിൽ പറഞ്ഞതേ ഉള്ളൂ. വലിയ ഹോട്ടലുകൾ. വലിയ ഹോട്ടലുകൾ. വലിയ ഹോട്ടൽ ഹോട്ടലുകൾ ബഹുജനമാണ്. കബീറത്തുൻ എന്താണ് യഥാർത്ഥത്തിൽ? വലിയ വൽ- കബീറത്തുൻ അതിന് തൊട്ട് മുമ്പുള്ള വാക്കുമായിട്ട് എന്താണ് കണക്ഷൻ? വിശേഷണമാണ്. അതിന്റെ വിശേഷണം. വിശേഷണമാണ്. ഫനാദിക്കിന്റെ വിശേഷണം. വിശേഷണം. ഫനാദിക്ക് എന്താണ്? ഏകവചനമാണോ ബഹുവചനമാണോ? ബഹുവചനം. ബഹുവചനം. അപ്പൊ കബീറത്ത് എന്താണ്? ബഹുവചനം. ബഹുവചനത്തിന്റെ ആശയം വരണ്ടേ? സ്ത്രീലിംഗ ബഹുവചനത്തിന്റെ ആശയം വരണ്ടേ? സ്ത്രീലിംഗ ഏകവചനം. ഞാൻ ഹാദിഹി കുത്തുബി എന്ന് പറഞ്ഞപ്പോ എന്താ അർത്ഥം പറഞ്ഞത്? ഇവ എന്റെ പുസ്തകങ്ങളാണ്. തന്നെ തിൽക്ക കുത്തുബു ഉഖ്തി, അവ എന്റെ സഹോദരിയുടെ പുസ്തകങ്ങളാണ്. ഫനാദിക്ക് കബീറത്തിന് എന്ത് പറയണം മലയാളത്തില്? വലിയവയായ വലിയ ഹോട്ടലുകൾ. വലിയവയായ ഹോട്ടലുകൾ. അല്ലെങ്കിൽ പറയാം, വേണമെങ്കിൽ വലിയ വലിയ ഹോട്ടലുകൾ എന്ന് പറയാം. കുഴപ്പമുണ്ടോ പരീക്ഷ? പരീക്ഷ പോയോ? ഇല്ല ഇല്ല, ഉണ്ട് ഉണ്ട്. ഞാൻ പറഞ്ഞോണ്ട് കുഴപ്പമുണ്ടോന്ന്? വലിയ വലിയ എന്ന് പറഞ്ഞോണ്ട് കുഴപ്പമുണ്ടോ? അല്ലെ, അത് ജമ്മായതുകൊണ്ട് ഇവിടെ വലിയ വലിയ പറഞ്ഞതാണോ ഞാൻ ചോദിച്ചത്. അങ്ങനെയാണ്. ആ അതായത് നമ്മൾ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഒറിജിനൽ ഭാഷയുടെ അക്ഷരമല്ല നോക്കേണ്ടത്. അതിന്റെ ആശയം എന്താ? ഫനാദിക്കുവിന്റെ ബഹുവചനമായതുകൊണ്ട് അതിന്റെ കബീറത്തിന് ഏകവചനം ഉപയോഗിച്ചെങ്കിൽ അത് അറബിയുടെ ഘടനയാണ്. പക്ഷെ നമ്മൾ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഹാദിഹിക്ക് ഇവ എന്ന് പറഞ്ഞതുപോലെ ഫനാദിക്ക് കബീറത്തിന് വലിയവരായ അല്ലെങ്കിൽ വലിയ വലിയ വലിപ്പമുള്ളവയായ ഹോട്ടലുകൾ. മലയാളത്തിൽ വലിയ വലിയ ഹോട്ടലുകൾ എന്ന് പറയാം. ഓക്കെ. തമാരീൻ അജീബ നസ്ലത്തിലാത്തിയ അയിന കുത്തുബുൽ ജദീദത്തു. നിങ്ങൾക്ക് തന്നെ പറയാം കേട്ടോ. കുത്തുബുൽ ജദീദത്ത് എവിടെ നിന്നാണ് പറഞ്ഞത്? ഇപ്പൊ പാഠത്തിൽ എന്താ പറഞ്ഞത്? ഹിയഫിൽ മക്തബത്ത്. ഹിയഫിൽ മക്തബത്തി. പുതിയ പുസ്തകങ്ങൾ ലൈബ്രറിയിൽ കൊണ്ടുവച്ചു. ലിമൻ ഹാദിഹിൽ ബുയൂത്തുൽ കബീറത്തു. هي لمدير ശരിക്കത്തി. ശരിക്കയുടെ മുദീറിൻ്റെതാണ് വലിയ വീടുകൾ. അബ്വാബു സിയാറത്ത് മഫ്തൂഹത്തുൻ. നഅം. അബ്വാബുൽ മസ്ജിദ് മഫ്തൂഹത്ത്. അബ്വാബു സയ്യാറത്തി മഫ്തൂഹത്താണോ? കാറിന്റെ ഡോർ എപ്പോഴും തുറന്നായിട്ടിരിക്കുക? മുഗലക്കത്തുന്ന മുഗല്ലക്കത്തുന്ന. ശരി.
മുഗലഖത്തുൻ. മുഗലഖത്തുൻ. അയിന അക്കലാമുൽ മുദർരിസീൻ. അതെവിടെ പറയാം. നീ ആളെ മക്തബ് അലൽ മക്തബി എന്ന് പറയും കേട്ടോ. ഫിൽ മക്തബി പറയുമ്പോ മേശയുടെ ഉള്ളിലാണെങ്കിൽ ഫിൽ മക്തബി പറയും കേട്ടോ. അപ്പം മേശയുടെ ഡ്രോയറിനുള്ളിലാണെന്നാണ് വരിക. അപ്പൊ അതിന് ഡ്രോയറിന്റെ വാക്ക് ഉപയോഗിക്കാം. ഖുർഫയാണെങ്കിൽ ഫിൽ ഖുർഫത്തി എന്ന് പറയാം. മുറിയുടെ മുകളിലാണെങ്കിൽ അല ഖുർഫത്തി എന്ന്, അല്ലെങ്കിൽ ഫിൽ ഖുർഫത്തി എന്ന് പറയാം. അതേസമയം മേശയുടെ പുറത്താണെങ്കിൽ അലൽ മക്തബി, ഈ അലൽ മക്തബി. അതിനൽ കിലാബു. കിലാബ് എവിടെയാ? ഡോഗ്സ് നായകൾ. ആ കിലാബ് എവിടെയാ? ഫിൽ ബർറ എന്ന് പറയാൻ പറ്റില്ല. ഹദീഖത്തായിക്കോട്ടെ, ഫാമിലാണ്. ഫാമിലാണെന്ന്, ഫോമിലാണെന്നല്ല, ഫാമിലാണെന്ന്. ഹദീഖത്ത് തോട്ടം. അല്ലെങ്കിൽ ഹിയ ഫിൽ മൈദാൻ. കൂട്ടില് എന്നുള്ളതിന് എന്താ പറയാ? ഫിൽ ഖഫസ്. ഖഫസ് ഖഫസ് ജീവികളെ കെടുന്ന കൂട്, ഖഫസ്. ഓക്കെ, അടുത്തെന്താ? അയിനൽ ഹമീറു. കൂടിയോ? ആ ഹുക്കൂലി ഫാമിലാണെന്ന്. ഹക്കല് ഹുക്കൂല്. ഹമീർ എന്താ അർത്ഥം ഉസ്താദ്? ഹമീർ എന്താ അർത്ഥം? കഴുതകൾ. ആ എന്താ ചോദ്യം വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഒരു പോയിന്റ് നിർത്തിയിട്ട് കുറെ ചർച്ച ചെയ്യുന്നത്. ഹമീറും ഹമറും ഒക്കെ ഖുറാനിലുണ്ടെന്ന് പറഞ്ഞ എന്തിനാണ്? ആ പോയിന്റ് മറക്കാതിരിക്കാൻ വേണ്ടി, ടൈം വേസ്റ്റ് ആക്കാൻ വേണ്ടിയല്ല. അപ്പൊ ശ്രദ്ധിക്കുക. അയിന കിതാബുക്ക് യാ മറിയമോ. കുത്തുബുക്കല്ലേ? ആ അതിനെ കുത്തുബുക്കി യാ മറിയമോ. കുത്തുബി അല്ല, കുത്തുബി ഉപയോഗിച്ചാൽ നമ്മൾ ഉദ്ദേശിച്ച അർത്ഥം കിട്ടില്ല. ആകാം, ഹിയ ഫിൽ ഖുർഫത്തിയാകാം, അല്ലെങ്കിൽ ഹിയ ഫിൽ ഫസ്ലാകാം. പക്ഷേ ഇവിടെ കുത്തുബിന്റെ സ്ഥാനത്ത് ഹിയ ഉപയോഗിക്കണം എന്നതാണ് വിഷയം. അതിനെ ദഫാത്തിറുത്തുല്ലാബി. ദഫാത്തിറുത്തുല്ലാബ് എവിടെയാ വയ്ക്കുന്നത്? അലൽ മക്തബി. ഹിയ അലൽ മക്തബി. അപ്പം അലൽ മദ്രസത്തി എന്ന് പറയാൻ പറ്റുമോ? മദ്രസ പറയുകയാണെങ്കിൽ ഫിൽ മദ്രസത്തി എന്ന് പറയാം. മേശയുടെ മുകളിൽ അലൽ മക്തബ്. ഒരാൾ പറഞ്ഞ അലയും മറ്റയാൾ പറഞ്ഞ മദ്രസയും മാത്രമേ ഞാൻ കേട്ടുള്ളൂ. ഒരാൾ പറഞ്ഞ മദ്രസ അല പറഞ്ഞു കേട്ടു, ബാക്കി കേട്ടില്ല. ഒരാൾ മദ്രസ പറഞ്ഞു. അതെ, നിങ്ങൾ പറഞ്ഞ അല കേട്ടു, മറ്റേയാൾ പറഞ്ഞ മദ്രസയും കേട്ടു. ഇന്ദൽ മക്തബി. ആ മേശയുടെ അടുത്താണ്. മേശയുടെ അടുത്ത്. എന്തായാലും മേശയുടെ മുകളിൽ വയ്ക്കാമെങ്കിൽ അല്ല, താഴത്ത് വീണു. താഴത്ത് വീണു തഹ്തൽ മക്തബി എന്ന് പറയണം. തഹ്തൽ മക്തബി. ആ ഹിയ തഹ്തൽ മക്തബി. അത് മേശയുടെ ചുവടെയാണ്.
അടുത്തത് ജുവ എന്ന് പറഞ്ഞോളൂ. ജുവ, ജുവൽ മക്തബി. ജുവ എന്താണ്? ജുവ എന്ന ഉള്ളിൽ. സ്പോക്കൺ ലാംഗ്വേജ് ആണ്. ജുവ പ്യുവർലി സ്പോക്കൺ ആണ്. നമ്മൾ സ്പോക്കണിലേക്ക് പോകേണ്ടതില്ല എന്ന് നമ്മൾ മുമ്പ് പാഠത്തിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ റിട്ടൺ ലാംഗ്വേജ് ആണ് പഠിക്കേണ്ടത്. ജുവ എന്താണ്? ഇതിനുള്ള റിട്ടൺ ലാംഗ്വേജിനെ സ്പോക്കൺ ആക്കാം. അതായത് അവസാനം സുക്കനാക്കിയാൽ സ്പോക്കൺ ആയി. പിന്നെ ലോക്കലിൽ മാത്രം ഉപയോഗിക്കുന്ന വാക്കാണ് ജവ്വ. അതേപോലെ വേറെന്തോ വാക്ക് നമ്മൾ പഠിച്ചോ പറഞ്ഞുതരും. ജുവ എന്ന് പറഞ്ഞാൽ എന്താ? ജവ്വ എന്ന് പറഞ്ഞാൽ ദാഖിൽ, അകത്ത്, ഉള്ളിൽ. ജവ്വ. കുറച്ചാൾ ഗൾഫിലൊക്കെ പോയി നിൽക്കണം. അവിടെ പോയി നിന്നിട്ട് നമ്മള് മലയാളികളോട് സംസാരിക്കാതെ അറബികളോടൊക്കെ പോയിട്ട് വെറുതെ എന്തെങ്കിലുമൊക്കെ പറയണം. അപ്പൊ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കും. ഒരു ദിവസം ഒരു വാക്ക് പുതിയതായിട്ട് പഠിച്ചാൽ അത് വലിയ കാര്യമാണ്. നമ്മൾ അറബികളോട് സംസാരിച്ചാൽ അവിടെ നാട്ടിൽ ഉപയോഗിക്കാവുന്ന ഒരു വാക്ക് പഠിച്ചാൽ അടുത്ത പറഞ്ഞാൽ 2 വാക്ക് പഠിക്കാൻ പറ്റും. അതിൻ്റെ അടുത്ത് പറഞ്ഞാൽ 3 വാക്ക് പഠിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ അയാൾക്ക് കണക്ഷൻ ആയി. ഭയങ്കര സ്പീഡാണ് അവര്, പെട്ടെന്ന് മനസ്സിലാവും. അത് നമുക്ക് തോന്നുന്നതാണ്. അപ്പൊ അതുകൊണ്ട് പറയാൻ ശിവ പറയാൻ പറയാം. ശിവ പതുക്കെ പറഞ്ഞാലേ എനിക്ക് മനസ്സിലാവുന്നത്. അപ്പൊ അവർ കറക്റ്റ് പറഞ്ഞു തരും. നല്ല സ്വഭാവമുള്ള ഒരു അറബിയാണ്. പിണക്കാൻ പാടില്ലെന്നേ ഉള്ളൂ. നമ്മൾ സാധാരണ എല്ലാ മനുഷ്യന്മാരും ഡീൽ ചെയ്യുന്ന പോലെ തന്നെയാണ്. അപ്പൊ അവരെ നമ്മളെ റെസ്പെക്ട് ചെയ്ത് നമ്മള് വേണ്ട രീതിയിൽ, നമ്മൾ ഒരുപാട് റെസ്പെക്ട് ചെയ്യണമെന്നൊന്നും ഇല്ല. അത് വേണ്ട രീതിയിൽ പരിഗണിച്ചാൽ അവരോട് നമുക്ക് കാര്യങ്ങൾ പഠിക്കാം, മനസ്സിലാക്കാം. എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരും. വെള്ളക്കാരെ പോലെ എന്താ പകുതി മറച്ചു വെച്ചിട്ട് പറയുന്ന സംഭവമില്ല. വെള്ളക്കാരങ്ങനെ ഒരിക്കലും നമുക്ക് ഫുള്ളായിട്ട് പറഞ്ഞു തരില്ല. ഞാൻ വെള്ളക്കാരൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട് എൻ്റെ ലാംഗ്വേജ് എന്ന് ചോദിച്ചു. വെരി നൈസ്, വെരി ഗുഡ്. ഒരിക്കലും എനിക്കൊന്നും അറിയില്ലെന്ന്. അപ്പോ പക്ഷെ വെള്ളക്കാരൻ പറഞ്ഞുതരുമെന്ന് പറഞ്ഞാൽ ബിസിനസ് ആവശ്യത്തിന് ആവശ്യമായ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എങ്ങനെ ലാഭം കൂട്ടേണ്ടെന്നൊക്കെ പറഞ്ഞു തരും. കൊട്ടേഷൻ എങ്ങനെ ഉണ്ടാക്കണം, നമുക്ക് കൊട്ടേഷൻ നമ്മുടെ ഡീലറിൽ നിന്ന് കൊട്ടേഷൻ വാങ്ങി നമ്മൾ കസ്റ്റമറിന് കൊടുക്കും. അപ്പൊ ഡീലറിന്റെ കൊട്ടേഷന് എത്ര ആഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു, ഇങ്ങനെ ആഡ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു. ഓക്കെ. അതിനാൽ ഫനാദിക്കു സഗീറത്തു, അതിനാൽ ഫനാദിക്കു സഗീറത്തു هي أمام الشارع. بيتي. എവിടെ? في هذا الشارع. في هذا الشارع ഫനാദിക്കു കബീറത്തുൻ എന്നല്ലേ പറഞ്ഞത്? അപ്പൊ സഗീറത്താണെങ്കിൽ ഈ തിൽക ശാരിഅ, ഈ ഹാദ ശാരിഅ ഫനാദിക്കു കബീറത്തുൻ. തിൽക ശാരിഅ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ആണെന്ന് പറഞ്ഞു. നിങ്ങൾ പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. കറക്റ്റ് ആയി. എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നേരത്തെ നമ്മൾ പഠിച്ചത് ഫനാദിക്കു കബീറത്ത്. അപ്പൊ ഇവിടെ നമ്മൾ വേറെ എന്തെങ്കിലും മാറ്റി പറയാം. അല്ലെങ്കിൽ അൽ ഫനാദിക്കു സഗീറത്തു ഫിൽ ഖറിയത്തി, എവിടെയാണ്? ഗ്രാമത്തിലാണ്. സിറ്റിയിലാണെങ്കിൽ ഫനാദിക്കു കബീറത്ത്, ഇവിടെ ഫനാദിക്കു സഗീറത്താണ്. ഫനാദിക്കു സഗീറത്ത്, ഫനാദിക്കു ബഹുവചനമായതുകൊണ്ട് സഗീറത്ത് എന്നുള്ള സ്ത്രീലിംഗ ഏകവചനം ഉപയോഗിച്ചു. ലിമൻ ഹാദിഹിൽ അക്ലാമുൽ ജദീദത്തു, هي للمدرس. هي للمدرس أو هي എന്തൽ മുദരിസി പറയാൻ പറ്റും. എന്തൽ മുദരിസ് എന്താ പറയാൻ പറ്റില്ല. കാരണം ലീ മൻ എന്നാണ്. ആരുടേതാണ്, ആർക്കുള്ളതാണെന്നാണ് ചോദിച്ചത്. അപ്പൊ ലീ ഉപയോഗിച്ച് മറുപടി പറയണം. ഹിയലി ഉഖ്തി എന്ന് വേണേ പറയാം. ഹിയലി അബി എന്ന് വേണേ പറയാം. ഹിയലിൽ മുദരിസി പറയാം. ലിൽ വേണമെന്നാ? ലിൽ മുദരിസ് പറയാം. കാരണം എന്താണ്? നമ്മൾ അധ്യാപകന്റേതാണ് എന്ന് പറയാൻ വേണ്ടി ആ അധ്യാപകനെ അറിയുന്ന അധ്യാപകനാണല്ലോ. ലിൽ മുദരിസ് അധ്യാപകന്റേതാണ് എന്ന അർത്ഥം.
അല്ലെങ്കിൽ ലി ത്വാലിബി, അല്ലെങ്കിൽ ആ സ്റ്റുഡന്റ് ഉള്ളതാണ്. ലി ഉഖ്തി എന്ന് പറഞ്ഞിടത്ത് എന്താണ്? ഇതിലൂടെ ആൾ വേണ്ട, കാരണം ഉഖ്തി എന്റെ എന്ന് പറഞ്ഞുകൊണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്നതനുസരിച്ചിരിക്കും. ആരെ കുറിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് അതനുസരിച്ച്. ലിൽ മുദല്ലിസ് ആണെങ്കിൽ ആൾ ചേർക്കാം. ലിൽ മുദല്ലിസ് യലി വേറെന്താ പറയാ, എനിക്ക് ആണെന്ന് പറയാൻ പറ്റും. എന്റേതാണോ? യലി ലായുടെ കൂടെ യാ ഇടുക. എന്നെ സൂചിപ്പിക്കുന്ന യാ ഉണ്ടല്ലോ, എന്നെ സൂചിപ്പിക്കുന്ന യാക്ക് എന്താ അറബി പറയാ? അത് തന്നെ, യാ ഉൽ മുത്തക്കല്ലിം, സംസാരിക്കുന്ന ആളുടെ യാ. യലി അത് എന്റേതാണ്, അല്ലെങ്കിൽ അവ എന്റേതാണ്. ഓക്കെ, ബാക്കിയൊക്കെ നമുക്ക് ഗ്രൂപ്പിൽ എഴുതിയിടാം. അത് തീർക്കണോ? എങ്ങനെ? ലേറ്റായി. ലേറ്റായി. ബാക്കിയെല്ലാം നമുക്ക് അസൈൻമെന്റ് ഗ്രൂപ്പിൽ എഴുതിയിടുക കേട്ടോ. അസൈൻമെന്റ് ആയിട്ട് തരാൻ പറയാം. ഈ 2 പാഠത്തിലും നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ എപ്പോഴും ഓർമ്മിച്ച് വെക്കുക. എന്തെങ്കിലും സംശയമുണ്ടോ 2 പാഠത്തിലേയും? 16, 17 പഠിച്ചത് സവിസ്തരം പറഞ്ഞിരിക്കുകയാണ് 17-ല്. 17-ന്റെ പ്രത്യേകത എന്താ? ഞാൻ ലൈറ്റ് ആയിപ്പോയി. അല്ല, 17-ല് പ്രത്യേകിച്ചൊന്നുമില്ല. 16-ല് പറഞ്ഞ കാര്യങ്ങൾ സ്ത്രീലിംഗ ബഹുവചനം ഉപയോഗിക്കണമെന്ന് പറഞ്ഞല്ലോ. വിശേഷണത്തിന് സ്ത്രീലിംഗ ബഹുവചനത്തിന് പകരം സ്ത്രീലിംഗ ഏകവചനം ഉപയോഗിക്കണമെന്ന് പറഞ്ഞല്ലോ. അതിനെ സവിസ്തരം പറഞ്ഞിരിക്കുന്നതാണ് 17-ല്. ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അപ്പം ബിഗിനിങ് പാർട്ട് കൺക്ലൂഷൻ പാർട്ട് തമ്മിലുള്ള മാച്ചിങ്, അതേപോലെ വിശേഷനാമവും നാമവിശേഷണവും തമ്മിലുള്ള മാച്ചിങ്, അതേപോലെ വേറെ എന്തോന്നല്ല, ജീവനുള്ളതും ജീവനില്ലാത്തതിന്റെ കാര്യം പറഞ്ഞു. എല്ലാത്തിനും, എല്ലാത്തിനും ബഹുവചനത്തിന് സ്ത്രീലിംഗ ഏകവചനമാണ് ഉപയോഗിക്കുക. അതിന്റെ ഒരുപാട് ഉദാഹരണങ്ങൾ 1 മുതൽ അവസാനം വരെ വായിച്ചു നോക്കിയാൽ ഓരോന്നിലും ഓരോ ഉദാഹരണങ്ങളാണ്. ഓരോ കാര്യങ്ങൾ, ഓരോ പോയിന്റുകൾ നമുക്ക് മനസ്സിലാക്കാം. അടുത്ത ചൊവ്വാഴ്ച മഗ്‌രിബും ഇശയും കൂടി ഒരുമിച്ച് നിസ്കരിക്കാൻ പറ്റും? അതൊന്നും പറ്റൂല. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ബാങ്ക് കേട്ട ഉടനെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് നമസ്കരിക്കുക, അല്ലെങ്കിൽ വീട്ടിലുള്ള ആൾക്കാരുമായി കൂട്ടിയിട്ട് നമസ്കരിക്കുക. എന്നിട്ട് ഉടനെ ക്ലാസ്സിൽ വരിക. ഇപ്പൊ ദുബൈയിലാണ്, പറ്റല്ല. പള്ളിയിൽ തന്നെ പോണം. അതാണ് കർമ്മശാസ്ത്ര കടമ്പിടുത്തം എന്ന് പറയുന്നത്. ഇത് എന്റെ അഭിപ്രായം മാത്രമാണ് കേട്ടോ, ബാക്കി നിങ്ങൾ തീരുമാനിക്കണം. അതായത് നമ്മൾ ഇന്റർനാഷണലി നടക്കുന്ന ഒരു സംരംഭമാകുമ്പോൾ അതില് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യണം? വിട്ടുവീഴ്ച ചെയ്യണം. അതെ, നോ പ്രോബ്ലം. ഞാൻ ചോദിച്ചത് മാത്രമല്ല സാർ. നോ മുഷ്കിൽ. എന്നെ നോ മുഷ്കിലല്ല, മാഫിഷ് മശാക്കിൽ. മാ മുഷ്കിലുണ്ട്, മൂ മുഷ്കിലുണ്ട്, മാഫിഷ് മശാക്കിലുണ്ട്. ഭാഷ ഭയങ്കര സംഭവമാണ് കേട്ടോ. ഭാഷ ഭയങ്കര സംഭവമാണ്. നിങ്ങൾ അറബികളുമായി, നിങ്ങളെ അറബികൾക്ക് ആയിട്ടുള്ള ക്ലൈന്റുകളൊക്കെ ഇല്ലേ? അറബിയിൽ അടിച്ചുവിട്ടുണ്ട്. 2 ദിവസമായിട്ടുള്ള തുടങ്ങാൻ പോണുള്ളൂ. തുടങ്ങാൻ പോയാലും നിങ്ങൾ 1 മാസത്തേക്കല്ലേ നാട്ടിൽ വന്നത്. ലാഭാഷ എന്ന് പറഞ്ഞ ഒറിജിനൽ ലാംഗ്വേജാ. ലാബാസ് തിരക്കടില്ല. നമ്മള് നോ ഒബ്ജക്ഷൻ ലാമാനിയ എന്നാണ് എഴുതുന്നത് സാധാരണ. അതായത് ഒരു റിക്വസ്റ്റ് അപ്രൂവലിന് വരുമല്ലോ പേപ്പർ. ഡോക്യുമെന്റ് അപ്രൂവലിന് വരുമ്പോഴത്തേക്ക് അപ്രൂവൽ എഴുതുന്നത് ലാമാനിയ.
ഈ രണ്ടാമത്തെ സൈൻ ചെയ്ത ആള് മാനേജർക്ക് പറയാണ്. അപ്പം പിന്നെ എന്താ പറയാ, ലീവ് ആപ്ലിക്കേഷൻ. അപ്പൊ അയാൾ എന്താ ചെയ്താ, ലാ മാനിയാന്ന് എഴുതി. അത് നിങ്ങൾ വായിച്ചു നോക്കിയാൽ ഒന്നും മനസ്സിലാവില്ല കേട്ടോ. 2-3 വരെ ഉണ്ടാവുള്ളൂ. പ്രത്യേകിച്ച് എക്സാമിനൊക്കെ എഴുതുമ്പോഴത്തേക്ക് എക്സാമിന് ഫെയിൽഡും പാസും ഉണ്ടാവും. ഫെയിൽഡും പാസും എഴുതുന്നതൊക്കെ അവർക്ക് മാത്രം വായിച്ചാൽ മനസ്സിലാവും. ഫെയിൽഡ് എന്ന് എഴുതി നോക്കിയാൽ നമുക്ക് ഒരിക്കലും മനസ്സിലാവില്ല. കാരണം ഒരു എക്സിടും. എക്സ് എന്ന് പറഞ്ഞാൽ റാ ഇട്ടിട്ട് ഒരു അലിഫിടും. അപ്പൊ നമ്മൾ നോക്കുക, ഇത് എക്സാം എന്നാ വിചാരിക്കുക. പിന്നെ സീനിന് ഒരു വര, പിന്നെ ബാക്കി ഒരു വര, താഴെ ഒരു കുത്ത് എവിടെയെങ്കിലും ഉണ്ടാവും. പിന്നെ റാസിബ് എന്നാ എഴുതിയത്. ഫെയിൽഡ് പഠിച്ചു വയ്ക്കുന്ന നല്ലതാ. കാരണം ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയണല്ലോ ഫെയിലാണെന്ന്. നമ്മളെ പേപ്പർ നോക്കി നമുക്കറിയില്ല ഫെയിലായിരുന്നു. രണ്ടാമത്തെ തംരീനാത്തിന്റെ ആദ്യം ഒന്ന് പറയാമോ? രണ്ടാമത്തെ തംരീൻ ഇതാണ്. അൽ ബാബു മഫ്തൂഹുൻ മിസാല് അൽ ബാബ് അൽ ബാബു മഫ്തൂഹുൻ അൽ അബ്വാബു മഫ്തൂഹത്തുൻ. അപ്പൊ ഹാദാ ഖലമുൻ എന്താണ് ജദീദ്. ബാബിന്റെ ബഹുവചനം വരുമ്പോൾ മഫ്തൂഹിന് പകരം മഫ്തൂഹത്തിന് ഉപയോഗിക്കണം. ഇതാണ് ഇതെന്താണ്, ഇത് നോമിനൽ സെന്റൻസ് ആണ്. ബിഗിനിങ് പാർട്ട് കൺക്ലൂഷൻ പാർട്ടാണ്. സ്ത്രീലിംഗത്തിലേക്ക് പോകും മാത്രമേ ഉള്ളൂ. അപ്പം ബാബ് പകരം അബ്വാബ് വന്നാൽ സ്ത്രീലിംഗ ഏകവചനം ഉപയോഗിക്കണം. ഹാദാ ഖലമുൻ ജദീദുൻ. ഹാദിഹി അഖ്ലാമുൻ ജദീദത്തുൻ. ഓക്കെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അറബി ഭാഷ നന്നായി പഠിക്കാനും ഖുർആൻ നന്നായി മനസ്സിലാക്കാനും ഖുർആന്റെ അന്തസ്സത്ത മനസ്സിലാക്കി അത് വായിച്ച് ഗ്രഹിച്ച് മറ്റവരെ പഠിപ്പിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. റബ്ബനാ ആതിനാ ഫീ അസാബന്നാർ റഹ്മത്തുക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖി മുഹമ്മദ് വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. തജ്വീദ് എന്നാ പഠിപ്പിക്കുന്നു ഉസ്താദേ? തജ്വീദിന് ക്ലാസ് തുടങ്ങുന്നുണ്ട്. പക്ഷെ അത് ലേഡി ടീച്ചറാണ്. ലേഡി ടീച്ചറാണ്. ലേഡീസിനാണ് ക്ലാസ് തുടങ്ങുന്നത് ഇപ്പോഴും. പുരുഷന്മാർക്കില്ല. പുരുഷന്മാർ എത്ര പുരുഷന്മാരുണ്ട്? ഞാനുണ്ട് എന്തായാലും. പുരുഷന്മാർക്ക് വേണമെങ്കിൽ ഞാൻ തന്നെ തുടങ്ങണം. അതാണ്. അല്ല, നമ്മൾ ഈ മാമ നിൽക്കേണ്ട ഇപ്പോഴേ ഇത് ഇല്ലാണ്ട് ശരിയാവില്ല. ബാലപാഠങ്ങളൊക്കെ അറിയാം. എന്നാലും അപ്പൊ നമുക്ക് നോക്കാം. എത്ര പേരുണ്ട് നോക്കിയിട്ട് ഒരു ക്ലാസ് തുടങ്ങി കൂടാ? 10-15 പേരുണ്ടെങ്കിൽ അത്രയല്ല, 10-20 മണിക്കൂർ കൊണ്ട് ഫിനിഷ് ചെയ്യാൻ പറ്റില്ല. തജ്വീദ് നമ്മൾ ആദ്യം പഠിപ്പിക്കുന്നത് പ്രാക്ടിക്കൽ തജ്വീദാണ്. അതിന് ഞാൻ പഠിച്ച കോഴ്സിൽ അവർ പറയുന്നത് തജ്വീദ് തത്ബീഖി എന്ന്. ഞാൻ തത്ബീഖിക്കല്ല ചേർന്നത്, അത് വേറെ കാര്യം. അവര് അവിടെ തത്ബീഖി ഉണ്ട്, അതേപോലെ നളരി ഉണ്ട്. നളരി എന്ന് പറഞ്ഞാൽ സൈദ്ധാന്തികമായത്, തത്ബീഖി എന്ന് പറഞ്ഞാല് പ്രാക്ടിക്കൽ. നളരി എന്താണ് കറക്റ്റ് ആയിട്ട് അതിന്റെ നിർവചനം കറക്റ്റ് ആയിട്ട്. തത്ബീഖി ആണെങ്കിൽ വെറും പ്രാക്ടിക്കലാണ്. മുസ്ഹഫ് നോക്കി തന്നെ വായിക്കാൻ പറ്റും നമുക്ക്. നമ്മുടെ കോച്ചിങ് ഫസ്റ്റ് കൊടുക്കുന്നത് തജ്വീദ് തത്ബീഖിയാണ് നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. മുസ്ഹഫ് നോക്കിയാൽ തജ്വീദ് നിങ്ങൾക്ക് മനസ്സിലാവും. അതാണ് നമ്മൾ ആദ്യം പഠിപ്പിക്കുന്നത്. അത് ആദ്യത്തെ 6 മാസത്തെ കോഴ്സാണ്. 6 മാസം വേണ്ട, പക്ഷെ എങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ വിശദമായി പറഞ്ഞു കൊടുക്കും. തജ്വീദ് നമ്മൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. നമ്മൾ മനസ്സിലാക്കിയതിനപ്പുറം കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. എന്ന് പറഞ്ഞാൽ ബൾക്കാണെന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം, അല്ലെങ്കിൽ കുംബുർസമാണ്, ഹെവി ആണെന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. കുറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. നമ്മൾ മദ്രസ വിട്ടാൽ പിന്നീട് ഒന്നും പഠിക്കുന്നില്ല. മദ്രസ വിട്ടാൽ പഠിക്കേണ്ട, അഡൽട്ടിന് മനസ്സിലാക്കിയിരിക്കേണ്ട കുറെ കാര്യങ്ങൾ. അപ്പൊ അതെല്ലാം നമ്മുടെ അതിന്റെ റിവായത്ത് അടക്കം നമ്മൾ പഠിപ്പിക്കും. റിവായത്ത് എന്താണെന്നതടക്കം നമ്മൾ പഠിപ്പിക്കും. 6 മാസ കോഴ്സാണ് ആദ്യത്തേത്. അതിലെന്തില്ല, അത് റിട്ടേൺ എക്സാമിനെ ബേസ് ചെയ്തിട്ടല്ല, അതൊരു ക്ലാസ്സാണ്. പഠിച്ചില്ലേ പഠിക്കില്ല, അങ്ങനെയുള്ള കോഴ്സാണ്. ഉദാഹരണ സഹിതമാണ് പഠിപ്പിക്കുന്നത്.
അത് നമ്മൾ അധ്യാപകനുണ്ട്, അധ്യാപകനെ വെച്ച് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ തന്നെ എടുക്കണമെന്നുള്ള ഞാൻ ടൈം കണ്ടെത്തും. അത് തുടങ്ങി അധ്യാപകൻ ഞങ്ങൾക്കുണ്ടാവും. തജ്വീദ് ഉസ്താദ് പഠിച്ചിട്ടുള്ള എടുത്താൽ ആളാണ്. നമ്മൾ എത്ര പേരെ ഉള്ളത് നോക്കിയിട്ട് ഉസ്താദ് തുടങ്ങി നമ്മളിപ്പോൾ ഒരു ലേഡി ടീച്ചറുണ്ട്, ഒരു മെയിൽ ഇപ്പൊ നമ്മൾ എന്താ പറയാ ഒഫീഷ്യൽ അപ്പോയിന്റഡ് ടീച്ചേഴ്സ് ഉണ്ട് കേട്ടോ, ക്വാളിഫൈഡ് ടീച്ചേഴ്സ് ഉണ്ട്. നമുക്ക് ഒരു MA കാരി അറബിക്ക് പഠിപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ BA കാരി പഠിച്ചിട്ടുള്ള തജ്വീദ് പഠിച്ചിട്ടുള്ള BA കാരി വെച്ചിട്ടുണ്ട്. തജ്വീദും ഹിഫ്ളും നോക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കാര്യങ്ങൾ അവരുടെ അണ്ടറിൽ വരും. അണ്ടർസ്റ്റാൻഡ് ഖുർആന്റെ പുതിയ ക്ലാസ് എടുക്കും. അതേപോലെ ഹിഫ്ള് പഠിപ്പിക്കാൻ വേണ്ടി പുരുഷ അധ്യാപകനുണ്ട്. അയാൾ അണ്ടർസ്റ്റാൻഡ് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അയാൾ എന്താണ്, അയാള് ജാമിയ അൽ ഹിന്ദ് എന്ന് പഠിച്ച ആളാണ്. ജാമിയ അൽ ഹിന്ദ് ഉണ്ടല്ലോ, ജാമിയ അൽ ഹിന്ദിൽ പഠിച്ച ആളാണ്. അയാള് ഹാഫിളാണ്. അതേപോലെ തജ്വീദ് അനുസരിച്ച് ഹിഫ്ള് പഠിച്ചിട്ടുള്ള ആളാണ്, തജ്വീദ് പഠിച്ചിട്ടുള്ള ആളാണ്. അയാൾ തജ്വീദ് എടുക്കുന്ന ആളും എടുക്കാം. അപ്പൊ അങ്ങോട്ടേക്ക് സമയങ്ങൾ നീട്ടിപ്പോയാലും കുഴപ്പമില്ല. എന്നെ സംബന്ധിച്ചോളം സമയം വളരെ പരിമിതമാണ്. അങ്ങനെയുള്ള പ്രശ്നം ഞാൻ തുടങ്ങിയത് കൊണ്ടാണ് ഇത് കൺക്ലൂഷനിലേക്ക് എത്തിക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മുടെ ടീച്ചേഴ്സിലായിരിക്കും ഇനി ക്ലാസ് എടുക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته. جزاكم الله خيرا. اللهم آمين.